قال رسول الله صلى الله عليه وسلم وإن منزلة المؤمن عند الله أعظم من منزلة الملك المقرب وإنه ليعرفه أهل السماء كما يعرفه أهله നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യന് നൽകിയ സ്ഥാനം അറിയണോ സഹാബ? വഇന്ന മൻസിലത്തൽ മുഅ്മിനി ഇൻദല്ലാഹ്, മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം അഅ്ളമു മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖറബി, മഹാനായ ജിബ്രീലിനേക്കാൾ സ്ഥാനമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ സ്ഥാനം. ജിബ്രീൽ അലൈഹിസ്സലാം ആരാണ്? ഉറക്കം പറയും. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് ജിബ്രീൽ എന്നുള്ളത് നമ്മൾ പഠിക്കണം. എങ്കിലല്ലേ ജിബ്രീലിനേക്കാൾ സ്ഥാനം മോമിനുണ്ട് എന്ന് പഠിച്ചതുകൊണ്ട് കാര്യമുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സ്ഥാനം എന്ത്? അതാദ്യം മനസ്സിലാക്കണം. അതിനേക്കാൾ സ്ഥാനം മോമിന് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ജിബ്രീൽ ആരാണ്? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധ പ്രവാചകനല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവല്ലേ യാക്കൂബ് നബി അലൈഹി സ്വലാം. 12 മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബിക്ക് നൽകിയത്രേ. അതിൽ 11ാമനാണ് സുന്ദരനായ സുമുഖനായ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അദ്ദേഹത്തിന്റെ മൂത്ത ജ്യേഷ്ഠന്മാര് 10 പേര് കൂടി തീരുമാനിക്കുന്നു, നമുക്കിവനെ കൊന്നുകളയാം, നമുക്കിവനെ തീർത്ത് കളയാം, നമുക്കിവനെ കൊന്നേക്കാം, ഇവനെ നമ്മൾ വധിച്ചേക്കാം. എന്തിനാ അങ്ങനെ ഒരു തീരുമാനം? മറ്റൊന്നുമല്ല, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യത്തിൽ വാപ്പാക്ക് വലിയ ഇഷ്ടം, വല്ല പ്രിയം, മറ്റുള്ളവർക്ക് അസൂയ, മക്കൾക്കൊക്കെ അസൂയ, സഹോദരങ്ങൾക്കൊക്കെ അസൂയയായി വന്നു. ഇക്കാമാർക്ക് ജ്യേഷ്ഠന്മാർക്കൊക്കെ ഭയങ്കര അസൂയ. ഇക്കാന്നല്ലേ ഇവിടെ പറയുന്നത് അല്ലേ? ഇക്കാമാർക്കൊക്കെ ഭയങ്കര അസൂയയായി. അങ്ങനെ അസൂയ മൂലം കൊല്ലണമെന്നുള്ള തീരുമാനത്തിൽ അവർ ഉറച്ചു. പക്ഷെ വാപ്പാടെ അടുത്തുനിന്ന് വിട്ടുകിട്ടൂല. വാപ്പാടെ കയ്യിലാണ് എപ്പോഴും യൂസുഫ് നബി. വാപ്പാടെ അടുത്ത് തന്നെയാണ്. വാപ്പാക്ക് വലിയ ഇഷ്ടപ്പെട്ട പൊന്നുമോനാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. യൂസുഫ് നബിയുടെ ചരിത്രം പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യു ഖിസസിൻ അജബു ഖസസിൽ ഖുർആൻ. നബിയേ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഏറ്റവും അത്ഭുതകരമായ ചരിത്രമേതാണ്? ഏറ്റവും സുന്ദരമായ ചരിത്രമേതാണ്? അയ്യു ഖിസ്സത്തിൻ അജബു ഖസസിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും നല്ല ചരിത്രമേതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, ഖിസ്സത്തു യൂസുഫ, യൂസുഫ് നബിയുടെ ചരിത്രമാണ്. യൂസുഫ് നബിയുടെ ഖിസ്സയാണ് ഏറ്റവും നല്ല ഖുർആനിലെ ചരിത്രം. പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ശരിക്കും പഠിക്കണം. അതിനാണ് ഖുർആനിലൊരു സൂക്തം തന്നെ അള്ളാഹു വെച്ചു. എന്തിന്? സൂറത്ത് യൂസുഫ്. ആ സൂറത്തിൻ്റെ പേര് തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരാണ്. 114 സൂക്തങ്ങളിലൊരു സൂറത്തിൻ്റെ പേര്. നമ്മളതൊന്നും ശ്രദ്ധിക്കലില്ല. ഇതൊന്നും പഠിക്കാൻ ഖുർആനിലെ ചരിത്രം. ഇപ്പോൾ വെക്കേഷൻ ടൈം എന്നാൽ മക്കൾക്ക് അതിൻ്റെ ഖുർആനിക ചരിത്ര പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. മക്കൾ വായിക്കട്ടെ, കുറേ പഠിക്കട്ടെ.
7ാം ക്ലാസ് 8ാം ക്ലാസ് കഴിഞ്ഞവൻ ബുദ്ധിയും ബോധമുള്ളവനല്ലേ, അവന് പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുക. ഈ സംഭവങ്ങളൊക്കെ നടന്ന സംഭവങ്ങളല്ലേ പറഞ്ഞു കൊടുക്കും. ഖുർആനിലെ ചരിത്രമല്ലേ, മക്കൾ പഠിക്കട്ടെ. ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. മറ്റേ ഡോറയുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അല്ലേ. പിള്ളേർക്ക് ഇപ്പോൾ ഉള്ള കഥ അതൊക്കെയാണ്. ഡോറ വരുന്നുണ്ട്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ. അതൊന്നും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യാഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം. ബഹുമാനപ്പെട്ട യൂസുഫ് നബിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മാന്യന്റെ മകൻ മാന്യന്റെ മകൻ മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബ്, യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒക്കെ മാന്യന്മാര്. വല്യാപ്പാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, പ്രവാചകൻ. മാന്യനാണോ? അതെ, ഏറ്റവും വലിയ മാന്യന്മാരല്ലേ പ്രവാചകന്മാർ. അദ്ദേഹത്തിന്റെ മകൻ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മകൻ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. അതിന് നബി തങ്ങൾ പറഞ്ഞ വാക്കാണിത്. എന്ത്? അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ബിൻ യാക്കൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം സദഖ റസൂലുള്ളാഹി. മാന്യന്റെ മകൻ മാന്യന്റെ മകൻ മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖില്ലയോ, ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബില്ലയോ, യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ മാന്യന്മാരാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹോദരങ്ങൾ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. വാപ്പയുടെ അടുക്കൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിച്ചു കിട്ടാൻ വേണ്ടി അതാ ഇക്കമാര് ജ്യേഷ്ഠന്മാര് വന്നുകൊണ്ട് പറയുകയാ, അല്ലയോ പ്രിയപ്പെട്ട വാപ്പാ, ഞങ്ങളെ കച്ചവടത്തിന് വേണ്ടി കൂട്ടുകയാണ്. പൊന്ന സഹോദരനെ, ഞങ്ങളോട് വിടണേ വിടണേ, ഞങ്ങളെ കച്ചവടത്തിന് കൊണ്ടുപോയിക്കോട്ടെ, ഇവനൊന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ വിട്ടു തരണം. വാപ്പ പറഞ്ഞു, ഒരിക്കലും ഇല്ല, ചെന്നായ പിടിക്കും. വാപ്പയുടെ നിർബന്ധം ചെലുത്തി സഹോദരങ്ങൾ. ഇല്ല, ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിർബന്ധം ചെലുത്തുകയാണ്. അവസാനം അറ്റ കൈക്ക് വാപ്പ സമ്മതിച്ചു. കൊണ്ടുപോകുന്ന സമയം അദ്ദേഹത്തിന് വയസ്സ് 10 വയസ്സാണോ അതല്ല 17 ആണോ, 2 അഭിപ്രായങ്ങൾ ഉലമാക്കൾക്കിടയിലുണ്ട്, പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു വയസ്സ് 10 ആണ്. കാരണം അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ തോളിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. 10 വയസ്സുള്ള കുട്ടിയല്ലേ സാധാരണ രീതിയിൽ തോളിൽ വെക്കാറുള്ളൂ. 17 വയസ്സുള്ള ഒരാളെ സാധാരണ രീതിയിൽ അങ്ങനെ തോളിലെടുത്ത് വെക്കാറില്ല. അപ്പം അതുകൊണ്ട് വയസ്സെത്രയാണ്? 10 എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല അന്ന് കൊണ്ടുപോകുന്ന സമയം 10 വയസ്സാണെന്നുള്ളത് നിജപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല പറഞ്ഞതനുസരിച്ച് തന്നെ നോക്കി നേരെ കൊണ്ടുപോവാൻ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹോദരങ്ങൾ കൊണ്ടുപോയാണ്. പോകുന്ന വഴിയിൽ മൂത്ത ജ്യേഷ്ഠനിതാ തീരുമാനം പറയുകയാണ്, നമുക്കിവനെ കൊല്ലേണ്ടതില്ല, ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ ഒഴിവാക്കാം, ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിടാം, കൊല്ലണ്ട. അദ്ദേഹത്തിൻ്റെ പേര് യഹൂദ എന്ന ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാണ് യഹൂദികൾ എന്നും ചരിത്രത്തിൽ കാണാം. യഹൂദ യാക്കൂബ് നബിയുടെ മൂത്ത മകൻ്റെ പേരാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്കിവനെ കൊല്ലണ്ട, തൽക്കാലം ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇടാം, ശല്യം തീർക്കാം. അങ്ങനെ ആ തീരുമാനത്തിന്മേൽ അവർ ഉറച്ചു. എല്ലാവരും കൈക്കൊണ്ടു നേരെ വന്ന് പൊട്ടക്കിണറ്റിൻ്റെ വക്കിലെത്തി താഴേക്ക് വലിച്ചെറിയാൻ പോവാണ്.
യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ താഴേക്ക് വലിച്ചെറിയാൻ തീരുമാനിക്കുകയാണ്. കൈകാലുകൾ പിടിക്കുകയാണ്, ബന്ധിക്കുകയാണ്. യൂസുഫ് എന്ന സഹോദരനെ പൊട്ടക്കിണറ്റിലേക്ക് ഇക്കമാര് ജ്യേഷ്ഠന്മാരെ താഴേക്ക് വലിച്ചെറിയുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അപ്പോഴാണ് യൂസുഫ് നബിക്ക് കാര്യം മനസ്സിലായത്. എന്റെ ഇക്കമാര് ജ്യേഷ്ഠന്മാര് എന്നെ വീട്ടിൽ നിന്ന് ഉപ്പയുടെ അടുക്കൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നത് എന്നോടുള്ള സ്നേഹമല്ല, കാപട്യമാണ്. എന്നെ കൊല്ലാനുള്ള തീരുമാനമായിരുന്നു. ഇതാ പൊട്ടക്കിണറ്റിന്റെ വക്കിൽ കൊണ്ടുവന്ന് താഴേക്ക് കൈകാലുകൾ പിടിച്ചുകൊണ്ട് വലിച്ചെറിയുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ നജ്ജിനി മിൻ ഹാദിഹിൽ ബലായ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ ബലാ മുസീബത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അല്ലാ, എന്നെ രക്ഷിക്കണേ അല്ലാ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. പൊട്ടക്കിണറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആയിന് ഉത്തരം നൽകുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ പടച്ച റബ്ബിന്റെ സവിധത്തിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിക്കുകയാണ്. അതിരികബദി യാ ജബറായീൽ. അല്ലയോ ജിബ്രീലേ, എന്റെ ദാസനാകുന്ന യൂസുഫിനെ പിടിക്കണേ ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നൊടിയടയിൽ ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിൽ നിന്ന് ഞാനിതാ ഭൂമിയിലേക്ക് പറന്നിറങ്ങുകയാണ്. ഭൂമിയിൽ വരുകയാണ്, പൊട്ടക്കിണറ്റിലേക്ക് ഇറങ്ങുകയാണ്. കുട്ടിയല്ല ആദ്യമായി പൊട്ടക്കിണറ്റിലെ താഴ്ഭാഗത്തെത്തിയത്. ഞാനാണ്. എന്റെ കൈകൾ യൂസുഫ് സുരക്ഷിതനാണ് എന്ന് സയ്യിദുനാ ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. സഹാബ, വഇന്ന മൻസിലത്തൽ മുഅ്മിനി ഇൻദല്ലാഹ് അഅ്ളമു മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖറബി. ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ കൽപ്പന പ്രകാരം പടച്ചറപ്പിന്റെ തിരുഹലറത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അർശിന്റെ സവിധത്തിൽ നിന്ന് പറന്നിറങ്ങി ഭൂമിയിൽ വന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് യൂസുഫ് എന്ന സഹോദരനെ, യൂസുഫ് എന്ന പൊന്നുമോനെ മറ്റു സഹോദരങ്ങളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാകുന്ന ജിബ്രീലിനേക്കാൾ സ്ഥാനമാ മുഅ്മിനായ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആകാശത്ത് നിന്ന് പറന്നിറങ്ങി. ചന്ദ്രൻ നിൽക്കുന്ന കണ്ടില്ലേ, തലയ്ക്ക് മീത കണ്ടില്ലേ, നോക്കിയല്ലേരും ഉണ്ടാ, അവിടെ നിങ്ങളുടെ പറന്നിങ്ങോട്ട് ഇറങ്ങി. എന്നിട്ടോ ഭൂമിയിൽ വന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. ആര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഞൊടിയടയിലാണ്. കാരണം കുട്ടി ഇവിടെ പൊട്ടക്കിണറ്റിൽ നിന്ന് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴാണ് ദുആ ഇറക്കുന്നത്. താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴവിടെ താഴെ എത്തി പിടിക്കുകയാണ്. ചിന്തിച്ചു നോക്കെന്താണ് അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ജിബ്രീലിനേക്കാൾ സ്ഥാനം മോമിനായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ നൽകിയിട്ടുണ്ട്. ഒരു സീതാ മോമിനിന്, സാധാരണ ഒരു മോമിനിന്, വലിയ ആലിമും വലിയ തഖ്വയൊന്നും വേണ്ട, സാധാ ഒരു മോമിൻ. അല്ലാഹു കൂട്ടത്തിലെങ്കിലും നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മനസ്സിലായിക്കോ? നമുക്കുള്ള സ്ഥാനം നമ്മൾ തിരിച്ചറിയണം. അപ്പോഴേ തെറ്റിൽ നമ്മൾ ഒഴിയുള്ളൂ. തീർന്നില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വഇന്നഹു ലയരിഫുഹു അഹ്ലുസ് സമാ കമാ യഅരിഫുഹു അഹ്ലുഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഉറപ്പെടുത്തുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ സ്ഥാനമുണ്ടെന്ന് മാത്രമല്ല, വഇന്നഹു ലയഅരിഫുഹു അഹ്ലുസ് സമാ, ആകാശലോകത്തുള്ള സർവരും അവനെ കുറിച്ച് അറിയുമേ. മോമിനായ മനുഷ്യനെ കുറിച്ച് ചർച്ചയാണ്, മോമിനത്തായ ഉമ്മയെ കുറിച്ച് ചർച്ചയാണ്. ആകാശത്തുള്ള സർവർക്കും നിന്നെ കുറിച്ചറിയാം. ആകാശത്താരാ? ആരാൻ? അള്ളാഹു 3 മലക്കുകളുമാണോ? ആരാണുള്ളത്?
മറ്റൊരു ഹദീസ് നല്ലതുപോലെ ശ്രദ്ധിക്കുക. قال رسول الله صلى الله عليه وسلم ما في السماء موضع قدم إلا وفيها മലായിക. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, ആകാശ ലോകത്ത് ഒരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല സഹാബ. മാ ഫിസ് സമാഇ മൗളിഉ ഖദമിൻ ഇല്ലാ വഫിഹാ മലായിക. അവിടെയെല്ലാം മലക്കുകളാണ്, മലക്കുകളാണ്, മലക്കുകളാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 ആകാശങ്ങൾ, ഓരോ ആകാശത്തിലും ഓരോ ചവിട്ടടിയിലും ഓരോ മലക്ക് വീതം. എത്ര മലക്കായി? ഗുണിച്ചു നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, എത്ര മലക്കായി? എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. കോടാനു 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 കോടി മലക്കുകളാണ് ആകാശത്തുള്ളത്, ആകാശത്തുള്ളത്. 7 ആകാശങ്ങളിൽ ഓരോ ചവിട്ടടിയിലും ഓരോ മലക്കത്രേ. പഠിക്കണേ ചെറുപ്പക്കാരാ, ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. 7 ആകാശങ്ങൾ നിറയെ മലക്കുകളാണ്. ആ മലക്കുകൾ മുഴുവനും നിന്നെ കുറിച്ചറിയുമേ. വഇന്നഹു ലയഅരിഫുഹു അഹ്ലുസ് സമാ കമാ നിന്നെ കുറിച്ച് നിന്റെ കുടുംബക്കാരറിയും പ്രകാരം നിന്റെ പേരറിയാം, നിന്റെ ജോലി അറിയാം, നിന്റെ ശമ്പളം അറിയാം, നിന്നെ കുറിച്ച് ഹിസ്റ്ററി സർവ്വതും നിന്റെ കുടുംബക്കാർക്കറിയാം. അതുപോലെ ആകാശ ലോകത്തുള്ള സർവരും നിന്നെ കുറിച്ച് ചർച്ചയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? നീ ആരാണ്? നീ മോമിനാണ്. അതുകൊണ്ട് മാത്രം മോമിനെ കുറിച്ച് ചർച്ചയുള്ളൂ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനത്തെ മോമിനീങ്ങളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കടമകളുണ്ട് ഈ ദുനിയാവിൽ, കടപ്പാടുകളുണ്ട്. ആ കടമകളും കടപ്പാടുകളും ശരിക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതം താറുമാറാവും. അല്ലാഹു ആക്കട്ടെ. നമുക്ക് ഓരോരുത്തരോടുമുണ്ട്, ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളോടുമുണ്ട്, എല്ലാ വസ്തുക്കളോടുമുണ്ട്, ജീവജാലങ്ങളോടുണ്ട്, നമ്മുടെ അയൽവാസികളോടുണ്ട്. ആ അയൽവാസി അന്യമതത്തിൽപ്പെട്ടവനായിരുന്നാലും അവനോടുമുണ്ട് കടപ്പാട്. നമ്മുടെ ബന്ധുക്കളോടുണ്ട്, നമ്മുടെ ഭാര്യയോടുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ട്, നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് കടപ്പാടുണ്ട്, മാതാപിതാക്കൾക്ക് മക്കളോടും ചില കടപ്പാടുകളും ബാധ്യതകളുണ്ട്. ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. സാധാരണ രീതിയിൽ നമ്മളെപ്പോഴും കേൾക്കാറുള്ളതും പഠിക്കാറുള്ളതും മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമയാണ്, അല്ലേ? എപ്പോഴും നമ്മൾ കേൾക്കും, അവരോട് ചെയ്യുന്ന വാക്ക് പറയരുതേ, അവരെ അടിക്കരുതേ, തൊഴിക്കരുതേ, മോശമായ ശൈലി അവരോട് അവലംബിക്കരുതേ, എല്ലാം ഇങ്ങനെ ഉപദേശം കൊടുക്കും. എന്നാൽ ഇന്ന് പറയുന്നത് രക്ഷിതാക്കളെ നിങ്ങൾക്ക് ചില ഉപദേശമാണ്. ഞാൻ അടങ്ങുന്നതാകുന്ന രക്ഷിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി മുഖേന നൽകിയ ചില ഉപദേശങ്ങൾ. നമുക്ക് ചില കടമകളുണ്ട്. ആരോട്? മക്കളോട് ചില കടമകളുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോട് കടമകളുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്തിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഉപകാരപ്പെടും. 1-2 കാര്യങ്ങൾ പറയുന്നുള്ളൂ, ഒരുപാട് നീട്ടി ബുദ്ധിമുട്ടിക്കൂല. ഞാൻ ഒരുപാട് യാത്ര ചെയ്ത് വന്ന, ഒരു 8 മണിക്കൂർ തുടർച്ചയായി കാറിൽ യാത്ര ചെയ്തിട്ട് വരിക, ഒരുപാട് യാത്ര ചെയ്തിട്ട് ഇനിയിപ്പോൾ തിരിച്ചു പോകണം. ഇനി ഒരൊറ്റ പരിപാടിക്ക് വേണ്ടി വന്നതാണ്. നേരത്തെ കൊടുത്തിട്ടുകൊണ്ട് ഞാനതങ്ങനെ എന്തായാലും ആ വാക്ക് പാലിക്കണം, അതുകൊണ്ട് വരികയാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇത് ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. അപ്പം മാതാപിതാക്കൾക്ക് മക്കളോട് ചില കടമകളുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കണം. ഒരു ചരിത്രത്തിലൂടെയാണ് അതിലേക്ക് കടക്കുന്നത്, നല്ലതുപോലെ ശ്രദ്ധിക്കുക. جاء رجل إلى أمير المؤمنين عمر بن الخطاب رضي الله عنه. അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു വാപ്പ വരികയാണ്. വാപ്പ ചെല്ലുകയാണ്. വാപ്പ ഇതാ മകനെ കുറിച്ച് പരാതിപ്പെടുകയാണ്. യാ അമീറുൽ മുഅ്മിനീൻ,
ഇന്ന ഇബ്നി ഹാദാ യഖുനി, അല്ലയോ അമീറുൽ മുഅ്മിനീനെ, എൻ്റെ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വാപ്പ മകനെക്കുറിച്ച് പരാതിപ്പെടുക. ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ശ്രദ്ധ വേണം നിങ്ങൾക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഉടനെ കുട്ടി അടുത്തേക്ക് വിളിക്കുകയാണ്. അവന്റെ 2 ചുമരുകൾ കൈവച്ചുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്, യാ ഗുലാം, പൊന്നുമോനെ പൊന്നുമോനെ, അമാ തഖാഫുല്ലാഹ ഫി ഉഖൂഖിൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയെ നിനക്ക് പേടിയില്ലയോ, ഭയമില്ലയോ? എന്തുകൊണ്ടാണ് പേടിയില്ലാത്തത് പൊന്നുമോനെ? മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കരുതേ. വമിൻ ഹുഖൂഖിൽ വാലിദൈനി കദാ വകദാ, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ അതിന്നതൊക്കെയാണ് ഇന്നതൊക്കെയാണ് എന്ന് എണ്ണി എണ്ണി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ആ കുട്ടിയോട് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. എല്ലാം കർണപുരം സാഗൂതം ശ്രദ്ധ വരുത്തി പരിപൂർണമായി കേട്ടിരുന്ന കുട്ടി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുകയാ, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ, ഇസ്ലാമിന്റെ ഖലീഫയായവരെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ടൊരു ചോദ്യം. ലിൽബിനി അലൽ വാലിദൈനി ഹഖ്ഖുൻ, മാതാപിതാക്കൾക്ക് മക്കളോട് കടമയുണ്ടോ, മക്കളോട് ബാധ്യതയുണ്ടോ? മാതാപിതാക്കൾക്ക് മക്കളോട് വല്ലതുണ്ടോ? നിങ്ങൾ ഇതുവരെ അത് പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് കുട്ടികൾക്ക് മാതാപിതാക്കളോടുള്ള കടമയാണ്. ഓക്കെ, അതൊക്കെ കേട്ടു, അംഗീകരിച്ചു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്ത്? ലിൽബിനി അലൽ വാലിദൈനി ഹഖ്ഖുൻ, മാതാപിതാക്കൾക്ക് മക്കളോട് കടമയുണ്ടോ, മക്കളോട് ബാധ്യതയുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ലാഹ് പറ, ഉണ്ടെങ്കിൽ പറ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നഅം, ഉണ്ട് മോനെ, സലാസതു ഹുഖൂഖ്, 3 ബാധ്യതകളുണ്ട്, 3 ബാധ്യതകളുണ്ട്. മർമ്മപ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അല്ലാത്ത കടമകൾ വേറെയുണ്ട്, ഈ 3-ൽ ഒതുങ്ങുന്നില്ല. മർമ്മപ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ 3 എണ്ണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കൂലേ? ശ്രദ്ധിക്കുമെന്നുള്ളവരൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ, എത്ര പേരുണ്ടോ നോക്കട്ടെ. ഇപ്പോഴും കുറേ പേര് കൈ ഉയർത്താതെ ഉണ്ടല്ലോ. ഇനി എന്ത് ശ്രദ്ധിക്കാനോ ഉസ്താദേ, മക്കളെയൊക്കെ കെട്ടിച്ചയച്ച് ഇനി എന്ത്? എന്നാലും ഒന്ന് പരിശ്രമിച്ചുകൂടെ? അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒന്നുകൂടെ ഒന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ, എത്ര പേരുണ്ടോ? ഒന്നുകൂടെ. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. 3 ബാധ്യതകൾ പറയാൻ. അതിന് മുമ്പ് ആ ബക്കറ്റ് ഒന്ന് ഓടിച്ചോളി വേഗം. എന്നാൽ പിന്നെ ഇതിനിടയിൽ നമുക്ക് വേറെ സംസാരം വേണ്ട, ഇൽമുമായിട്ട് അങ്ങ് ഇരിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്ത് ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി, വേഗം കൊണ്ടുപോവാ. ബിസ്മില്ലാ. എല്ലാവരും നല്ലൊരു സദഖ ഇൻഷാ അല്ലാഹ്. ഒറ്റ ദിവസത്തെ പരിപാടിയല്ലേ, എല്ലാവരും ഒന്ന് കാര്യക്ഷമമായിട്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ. എന്താ ഇല്ലാത്ത? പടച്ചവനെ മജ്ലിസുനൂറൊക്കെ നടത്തുന്ന കോമനെന്താ ആമീനില്ലാത്തത്? ഉറക്കെ പറയും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എന്നെ മാത്രം സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ പിന്നെ ആമീൻ പറയാതിരിക്കുന്നതിന് യുക്തിയുണ്ടെന്ന് പറയാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ എന്ന് ജമ്മായിട്ട് ദ്വാരന്നിട്ട് നിങ്ങൾ ആരും ആമീൻ പറയുന്നില്ലെങ്കിൽ പിന്നെന്താ? ബിസ്മില്ലാ. എല്ലാവരും ദ്വാരക്കിൽ ആമീൻ പറയുന്നു. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ.
ഞങ്ങൾ ഈ നൽകുന്ന സദഖ കാരണമായി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഖൈറായ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരണേ അല്ലാ. വിഷമങ്ങളെ പ്രയാസങ്ങൾ മാറ്റി നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിദീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ, മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ റബ്ബേ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും കൊടുക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും നല്ലൊരു സദഖ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. ഇവിടെ ശ്രദ്ധിക്കട്ടെ, നല്ലതുപോലെ ശ്രദ്ധിക്കും. 3 കടമകൾ നല്ലതുപോലെ ശ്രദ്ധിക്കും. ഒന്നാമത്തത് വാപ്പ ശ്രദ്ധിക്കേണ്ട കടമയാണ്, ഉപ്പ ശ്രദ്ധിക്കേണ്ട കടമ ഒന്നാമത്തത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അൽ ഊലാ, ഒന്നാമത്തെ കടമ അറിയുമോ? കുട്ടിയോട് പഠിപ്പിക്കുകയാണ്. അയ്യസ്തൻജിബ ഉമ്മഹു, വാപ്പ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അഥവാ നിന്റെ കുട്ടിയുടെ മാതാവിനെ തെരഞ്ഞെടുക്കലാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരാ, സോദര, നിന്റെ ഭാര്യ സാലിഹത്താകൽ നിർബന്ധമാണ്. എന്തുകൊണ്ടെന്നറിയുമോ? സാലിഹത്തല്ലാത്ത പെണ്ണിനെയാണ് നീ വിവാഹം ചെയ്തത് എങ്കിൽ അതിലൂടെ നിനക്ക് ജനിക്കുന്ന കുട്ടി ഒരിക്കലും അവരോടുള്ള കടമ പൂർത്തീകരിച്ചവരാകുകയില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മാതാപിതാക്കൾ അവരോടുള്ള കടമ പൂർത്തീകരിച്ചവരാകൂല. നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് സാലിഹത്തായിരിക്കൽ നിർബന്ധം. ഒന്നാമത്തത് അയ്യസ്തൻജിബ ഉമ്മഹു, കുട്ടിയുടെ ഉമ്മയെ തിരഞ്ഞെടുക്കലാണ്. അതെപ്പോഴാണ് തിരഞ്ഞെടുക്കുക? അത് കല്യാണം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ. സാലിഹത്തായിരിക്കണം പെണ്ണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫളഫർ ബിദാത്തിദ്ദീൻ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ഉറപ്പെടുത്തുകയാണ്, 4 കാര്യങ്ങൾക്ക് വേണ്ടി പൊതുവെ സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ലിമാലിഹ, അവരുടെ സമ്പത്ത് കണ്ടുകൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. വലി ജമാലിഹ, അവരുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. വലി ഹസബിഹ, അവരുടെ കുടുംബ മഹിമയും തറവാട്ട് മഹിമയും കണ്ടുകൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. വലിദീനിഹ, 4മത്തത് അവരുടെ ദീന് കണ്ടുകൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി പൊതുവെ നിക്കാഹ് നടക്കാറുണ്ട്. സമ്പത്ത്, സൗന്ദര്യം, കുടുംബമഹിമ, തറവാട്ട് മഹിമ. 5 പ്രസവിച്ചാലും കുഴപ്പമില്ല താത്ത, കുഴപ്പമില്ല, നമുക്ക് റാഹത്താണ്, അഡ്ജസ്റ്റ് ചെയ്യാം, പൈസ കിട്ടിയാൽ മതി. ഫുലൂസ് യാ അല്ലാ, 10 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ റാഹത്ത്. അങ്ങനെ കരുതുന്നവർ അതൊന്നൊരു വിഷയമല്ല, അതും പ്രശ്നമല്ല എന്ന് കരുതുന്നവർ. ചെറിയ പ്രശ്നമുണ്ട്, പെണ്ണിന് ചെറിയ വിഷയമുണ്ട്, രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ തലയ്ക്ക് ചുറ്റുകൊണ്ടടിക്കും, എന്നാലും കുഴപ്പമില്ല, കുറച്ച് കാശ് കിട്ടിയാൽ മതി, റാഹത്ത്. ഉറങ്ങാതെ ഇരുന്ന ആ കാശ് നമ്മൾ എടുത്തോണ്ട്. ചെറിയ വിഷയമുണ്ടെന്ന് പറഞ്ഞാൽ എന്നാലും കുഴപ്പമില്ല, റാഹത്ത്, പൈസ മതി, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി പൊതുവേ സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടാറുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫൾഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള മതബോധമുള്ള പെണ്ണിനെ വിവാഹം ചെയ്യലുകൊണ്ട് നിങ്ങൾ വിജയിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനുള്ള പെണ്ണിനെ നിങ്ങൾ വിവാഹം ചെയ്തോ എങ്കിൽ രക്ഷപ്പെടും. മുമ്പ് കാലങ്ങളിൽ പെണ്ണ് കാണൽ ചടങ്ങിന് ചോദിക്കുമായിരുന്നു, നീ മദ്രസയിൽ എത്ര വരെ പഠിച്ചു എന്ന്. ഇന്നത് ചോദിക്കൂല, ഇന്നത് ചോദിക്കുന്നുമില്ല, അറിയുന്നുമില്ല എന്നല്ല, ഇപ്പോൾ ഉള്ള ഭർത്താക്കന്മാർക്കൊന്നും അവരുടെ ഭാര്യമാർ എത്ര വരെ മദ്രസയിൽ പഠിച്ചതെന്ന് ചോദിച്ചാൽ മിക്കവർക്കും അറിയത്തുമില്ല.
മദ്രസയിലെ വിദ്യാഭ്യാസം അറിഞ്ഞുകൊണ്ടൊന്നുമില്ല. കാരണം അതൊരു ചർച്ച തന്നെ ഇല്ല. ഇപ്പോൾ എത്ര വരെ ദീൻ പഠിച്ചു, എത്ര വരെ മദ്രസയിൽ പോയി, അതൊന്നും ഒരു വിഷയമല്ല. ഭൗതികമാണ് നമുക്ക് താല്പര്യം. അങ്ങനെ ആയിപ്പോയി. അങ്ങനെയല്ല. പെൺകുട്ടികൾക്ക് ദീൻ വേണം, അവർക്ക് ദീനുണ്ടാവണം, മതബോധമുണ്ടാകണം, മദ്രസയിൽ പോകണം, കലാലയങ്ങളിൽ നിന്ന് വിദ്യ നുകരണം, പഠിച്ചിട്ടുണ്ടാവണം, അറിവ് നുകർന്നിട്ടുണ്ടാകണം, ഖുർആൻ പഠിച്ചിട്ടുണ്ടാകണം. അത്തരത്തിലുള്ള പെണ്ണിനെ വേണം നീ വിവാഹം ചെയ്യാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുന്ന കുട്ടികളോടുള്ള ക്രൂരതയാണ് നിങ്ങൾ ചെയ്തത് എന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇന്ന് നടക്കുന്നില്ലേ, നിക്കാഹിന് മുമ്പ് തന്നെ, നിശ്ചയത്തിൻ്റെ ദിവസം തന്നെ ഫോൺ കൈമാറ്റം നടത്തുക. അല്ലെ, ഇവിടെ അങ്ങനെ ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. നിക്കാഹ് നടന്നിട്ടില്ല, നിശ്ചയം നടന്നിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേ ഫോണ്, ഐഫോണ്, സാംസങ്, യാ പിടിച്ചോ. രാത്രി കാണാം താത്ത, IMOയിൽ കാണാം, നമുക്ക് കണ്ട് സംസാരിക്കാം. പിന്നെ കണ്ട് സംസാരമായി അല്ലേ? ധാരാ സത്യത്തിൽ ഹലാലാക്കിയത് ഇസ്ലാമിൽ ഇത് അനുവദനീയാണോ? ഇസ്ലാമിൽ ഇത് അനുവദനീയാണോ? ഒരിക്കലുമല്ല. പക്ഷെ പെണ്ണിൻ്റെ വാപ്പാക്കും ഉമ്മാക്കും പൂർണ്ണ സമ്മതം. അവർക്ക് വിഷയമല്ല. ചെറുക്കൻ്റെ വാപ്പാക്കും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ രാത്രിയിൽ 9 മണിക്ക് ശേഷം കാണുന്നില്ല. എവിടെ അവൾ റൂമിലിരുന്നിട്ട് പുതപ്പിനടിയിരുന്നിട്ട് കാമുകനുമായിട്ട് ചാറ്റിങ്. അല്ല, അവളവിടെ ഉണ്ട്, ഇല്ല അവനുമായിട്ട് വിളിക്കുകയാണ്. എന്നാൽ പിന്നെ വിളിക്കണ്ട, അവളവിടെ ഇരുന്നിട്ട്. പിന്നെ ഒരു ഖുർആൻ ഓതാൻ പോലും ഇത്ര ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. അതിനകത്തിരുന്നോട്ടെ. അഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. സത്യത്തിൽ ഇത് വ്യഭിചാരമല്ലേ സഹോദരങ്ങളെ? വ്യഭിചാരമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ശാരീരികമാകുന്ന ബന്ധപ്പെടൽ അന്യരുമായിട്ടുള്ളത്, അതാണ് വ്യഭിചാരമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിൽ അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇത് മനസ്സിലാക്കേണ്ടതാണ്, ഇത് പറയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. നമ്മൾ അന്യ പെണ്ണിനെ കാണൽ വ്യഭിചാരം, കണ്ണിൻ്റെ വ്യഭിചാരം. സയ്യിദുനാ റസൂലുള്ളാഹി അവളുമായിട്ടുള്ളതാകുന്ന ഭാഷണം, രാത്രി സമയങ്ങളിലുള്ള കിന്നാരം പറച്ചിൽ, നിന്റെ നാവിൻ്റെ വ്യഭിചാരം. സയ്യിദുനാ റസൂലുള്ളാഹി അന്യ പെണ്ണിൻ്റെ, അന്യ പുരുഷൻ്റെ ഭാഷണങ്ങൾ കേട്ടുകൊടുക്കുന്ന കാതിൻ്റെ വ്യഭിചാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി അന്യരെ ചുംബിക്കൽ ചുണ്ടിൻ്റെ വ്യഭിചാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി അന്യരെ കയറി പിടിക്കൽ കൈയുടെ വ്യഭിചാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഒക്കെ റസൂലുള്ള പറഞ്ഞതാണ്. ഹദീസാണ്, ഇതൊക്കെ വെറുതെ പറയല്ല, ഹദീസാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഫല്ലൈനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നളറൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. 2 കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സഹാബ. 2 കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് സഹാബ. ഫസിനാഹുമാ അന്നളറൂ. 2 കണ്ണിന്റെ വ്യഭിചാരം ഹറാമായ നോട്ടമാണ്. അന്യ പെണ്ണിലേക്കുള്ള ഹറാമായ നിന്റെ നോട്ടം, അന്യ പെണ്ണിലേക്കുള്ള നിന്റെ നോട്ടം തന്നെ വ്യഭിചാരമാണ്. അത് ഹറാമാണ്, നിഷിദ്ധമാണ്, അത് ശിക്ഷ ലഭിക്കുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി ഇന്ന് ക്യാമ്പസുകൾ പഠിക്കുന്ന എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാർ ഒരു മടിയില്ലാതെ, ഉളുപ്പില്ലാതെ, നാണമില്ലാതെ ക്ലാസ് കട്ട് ചെയ്തിട്ടോ, ഏതെങ്കിലും മരത്തിൻ്റെതാകുന്ന ചുവട്ടിലിരുന്നിട്ടോ, പാർക്കിലേക്ക് പോയിട്ടോ, മാളിലേക്ക് പോയിട്ടോ, പാതിരാത്രി സമയം വരെ കിന്നാരം പറന്നുകൊണ്ടിരിക്കുന്ന പെങ്ങളെ, ഹറാമല്ലയോ, ഹറാമല്ലയോ? അവനുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ തന്നെ പരിശുദ്ധമായ ഇസ്ലാം ഹറാമാക്കിയിരിക്കുകയാണ്. അന്യരാകുന്ന ചെറുപ്പക്കാരനാണ്, ഞാനുമായി കല്യാണം ഉറപ്പിച്ചു വെച്ചതാകുന്ന ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. നിക്കാഹിന് മുമ്പുള്ള അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ അത് ഹറാമാണ്, ഹറാമാണ്. ഹബീബായ റസൂലുള്ളാഹി തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വല്ലിസാൻ നാവിന് വ്യഭിചാരമുണ്ട് സഹാബ. നാവ് വ്യഭിചരിക്കുന്നുണ്ട് സഹാബ. ഫസിനാഹു അൽ കലാം. നാവിന്റെ വ്യഭിചാരം ഹറാമായ ഭാഷണമാണ്.
സഹോദരന്മാരാണ്, എത്രയോ മുസ്ലിം സഹോദരിമാരാണ് പാതിരാത്രി സമയങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറബിയുടെ ചാട്ടുമാരടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് അവൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ഭർത്താവിനെ മറന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട കാമുകന്മാരുമായി പാതിരാത്രി സമയങ്ങളിൽ ഭാഷണം നടത്തുന്ന മുസ്ലിം അംഗമാരില്ലയോ, തട്ടമിട്ട സഹോദരിയില്ലയോ? ഇന്ന് മലബാറിന്റെ എത്രയോ മുസ്ലിം അംഗമാര് സംസാരിച്ച മോശപ്പെട്ടതാകുന്ന ഓഡിയോ കോളുകൾ ഇന്റർനെറ്റിൽ സുലഭമാണ്. നഊദു ബില്ലാഹ്. എന്തേ പെങ്ങളെ, ഭർത്താവിനെ നീ മറന്നുപോയോ? നിനക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്? നിനക്ക് വേണ്ടിയല്ലേ മണ്ണാർക്കാട് ടൗണിലേക്ക് പോയി രാവിലെ തന്നെ കട തുറന്ന് വൈകുന്നേരം വരെ കച്ചവടം നടത്തുന്നത്? നിനക്ക് വേണ്ടിയല്ലേ അദ്ദേഹം കഷ്ടപ്പെടുന്നത്? ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകിയുമായി ഭാഷണം നടത്തുന്നവരെ, കാമുകന്മാരുമായി സംഭാഷണം നടത്തുന്നവരെ, അത് പുരുഷനായിരുന്നാലും സ്ത്രീയായിരുന്നാലും നിന്റെ നാവിന്റെ വിചാരമാണ്. ഹബീബായ റസൂലുള്ളാഹി. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ അതിൽ ആളുകളാണ്, എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ അതിന്റെ വക്താക്കളാണ്. അന്യരാകുന്ന സ്ത്രീകളുടെ നമ്പർ ഒപ്പിച്ചുകൊണ്ട് ആ സ്ത്രീകളിലേക്ക് ഫോൺ വിളിക്കുന്നവരില്ലയോ? ഭർത്താവ് ഗൾഫിലാണെന്നവന് വ്യക്തമായി അറിയാം, 4-5 മക്കൾ അവർക്കുണ്ടെന്നറിയാം. എന്നിരുന്നാലും കുടുംബം തകർക്കാൻ വേണ്ടി അവരെ ഫോൺ വിളിച്ച് വശീകരിക്കുന്നതായ എത്രയോ ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പാടില്ല സഹോദരാ, നിന്റെ നാവിന് വ്യഭിചാരമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. മോശമാക്കപ്പെട്ട മധുരിതമാകുന്ന ഭാഷണങ്ങൾ കേട്ടുകൊടുക്കുന്ന കാതുകളില്ലേ, ഉറക്കമൊഴിച്ചുകൊണ്ട് കാമുകന്മാരുടെ ഭാഷണങ്ങൾ, കോളുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ ഉറക്കമൊഴിച്ചുകൊണ്ട് ജീവസുറ്റനാക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ കാതിന്റെ വിചാരമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. വല്ലുദനാനി തസ്നിയാ. 2 കാതുകൾ വിചരിക്കുന്നുണ്ട് സാബ, 2 കാതുകൾക്ക് വിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അസ്സമോ. 2 കാതുകളുടെ വിചാരം ഹറാമായ ഭാഷണങ്ങൾ കേൾക്കലാണ്. 18 നിർഗുണമാകുന്ന പെണ്ണ് വാപ്പ വാതിന് വേണ്ടി വന്നു, ഉമ്മ വാതിന് വേണ്ടി വന്നു. എനിക്ക് സമയമില്ല ഉമ്മ, എനിക്കൊരുപാട് അടുത്ത വർഷത്തേക്ക് പഠിക്കാനുണ്ട്, എനിക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ഞാൻ പുസ്തകം വായിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ കഴിഞ്ഞുകൂടുന്ന സഹോദരി വാപ്പയും അമ്മയും അതിനു വേണ്ടി പോയി കഴിയുമ്പോ കാമുകന്മാരുമായി ഭാഷണം നടത്തുന്നവരില്ലയോ? സംഭാഷണം നടത്തുന്ന സഹോദരിമാരില്ലയോ? പഠിച്ചു വെക്കണേ. അവരുടെ കോളുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് ഒരു പുതപ്പിന് കീഴിൽ ഉറങ്ങിയതുപോലെ മാതാപിതാക്കളെ കബളിപ്പിച്ചുകൊണ്ട് അഭിനയിക്കുന്ന മുസ്ലിം അംഗമാരില്ലയോ? പഠിച്ചു വെക്കണേ പെങ്ങളെ. നീ മോശമായി സംസാരിച്ചില്ലെങ്കിലും നിന്റെ ഭാഷണങ്ങൾ അവൻ കേട്ടുകൊണ്ട് അവന്റെ മോശമായ ശൈലിയിലൂടെ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊടുക്കുന്നത് തന്നെ കാതിന്റെ വിചാരമാണ് എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ശാരീരികമാകെയൊന്നും ബന്ധപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നവരെ, ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല വ്യഭിചാരം. ഈ അവയവങ്ങൾക്കൊക്കെ വ്യഭിചാരമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെന്താ റാഹത്ത്? ഈ സമൂഹത്തിൽ എന്തൊക്കെ അക്രമങ്ങളുണ്ടാകും? അന്യൻ്റെ ഭാര്യയെ മോഹിക്കുക, എന്നിട്ട് അവനുമായിട്ട് ഫോൺ വിളിക്കുക, രാത്രി അവളുമായി ഫോൺ വിളിച്ചുകൊണ്ട് മുന്നേറുക. ഒരു കുഴപ്പമില്ല, ഇസ്ലാമിൽ യാതൊരു വിലക്കും ഇല്ലെങ്കിൽ. എന്താ റാഹത്ത്? ഇതൊക്കെ പാടില്ലാത്തതല്ലേ, വ്യഭിചാരമല്ലേ, റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ലേ. ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വശഫതാനി തസ്നിയാൻ. 2 ചുണ്ടുകൾ ഉപചരിക്കുന്നുണ്ട് സാബ, ചുണ്ടുകൾക്ക് ഉപചാരമുണ്ട് സാബ. ഫസിനാഹുമാ അൽ ഖുബലോ. 2 ചുണ്ടുകളുടെ ഉപചാരം അത് ചുംബനമാണ്. അന്യരെ ചുംബിക്കാൻ തുനിയുന്ന സഹോദരി, തുനിയുന്ന ചെറുപ്പക്കാരാ, ചുണ്ടിന്റെ വ്യഭിചാരമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. ക്ലാസ് കട്ട് ചെയ്ത് വിടുകയാണ്, സ്കൂളൊക്കെ അവധി കൊടുത്തു. മിക്സഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഇനി ഇക്കായെ കാണൂലല്ലോ, ഇക്ക ഇങ്ങ് വാ, യാ അല്ലാഹ് ഒരു ഉമ്മ കൊടുക്കാൻ റാഹത്തായി. ഇക്ക ഉമ്മ ചോദിച്ചു വാങ്ങുന്നു,
ഒരു മടിയുമില്ലാതെ ഉളുപ്പില്ലാതെ +2 ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്ന വിദ്യാർത്ഥികളെ പഠിച്ചു വെച്ചോ നിങ്ങൾ. വശഫതാനി തസ്നിയാൻ, 2 ചുണ്ടുകൾ വ്യഭിചരിക്കുന്നുണ്ട്. ഫസിനാഹുമാ അൽ ഖുബലു, അതിൻ്റെ വ്യഭിചാരം ചുംബനമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അത് ചുംബനം എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല, പാശ്ചാത്യരുടെ ഒരു രീതി ഇന്ന് മുസ്ലിം സമുദായത്തിൽ വന്നിരിക്കുന്നു. നമ്മുടെ നാടുകളിൽ അത് കണ്ടുവരുന്നു. അല്ലേ, ബസ്സിലും ട്രെയിനിലൊക്കെ പൊതുവായി നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളാണ് അതൊക്കെ. KSRTCയിൽ യാത്ര ചെയ്യുന്നവൻ, അല്ലേ, പ്രൈവറ്റ് ബസ്സിൽ ജനങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് യാത്ര ചെയ്യാൻ, ഇല്ലെങ്കിൽ അവനോട് ട്രെയിനിൽ യാത്ര ചെയ്യാൻ, പാലക്കാടേക്ക് അവൻ ഇവിടുന്ന് യാത്ര പോവാൻ, അല്ലെ പാലക്കാട് നിന്ന് ട്രെയിൻ കയറി വേറെ എങ്കിലും മംഗലാപുരത്തോട്ടോ എങ്ങോട്ടെങ്കിലും അവൻ യാത്ര പോകുമ്പോൾ അവൻ കാണുന്നത് എന്താ കാഴ്ച? അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് ചുംബനം നടത്താം. ഒരു മടിയില്ല, ഒരു ഉളുപ്പില്ല, ഒരു നാണമില്ല. നോക്കുന്നവനോട് പറയണം അങ്ങോട്ടും വല്ലതും നോക്കിയിരുന്നു. അതാണ് അവസ്ഥ. അവരുടെ സ്വന്തം വാഹനത്തിലല്ല, പൊതുവായ വാഹനങ്ങളിൽ ഇന്ന് നടക്കാൻ. നബി തങ്ങൾ പറഞ്ഞു, ഇത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى توجد المرأة جهارا نهارا تنكح وسط الطريق لا ينكر أحدا ولا يغيره. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ, ഈ ലോകം നശിക്കുകയില്ല സഹാബ, ഹത്താ തുജദൽ മർഅതു ജഹാറൻ നഹാറാ തുൻകഹു വസ്ത തരീഖ്, പരസ്യമായ നടുറോഡുകളിൽ വ്യഭിചരിക്കുന്ന കാലഘട്ടം കാണാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഇന്ന് പരസ്യമായ ബസ്സിലും ട്രെയിനിലും നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചയല്ലേ കമിതാക്കൾ ഇരുന്നുകൊണ്ട് ഇതാ പരസ്പരം ചുംബിക്കുകയാണ്. നോക്കുന്നവരെ പോലെ നാണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ലയോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു, ഒരാൾ പോലും എതിർക്കാനുണ്ടാവുകയില്ല, എതിർത്തിട്ടും കാര്യമില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ലോകമെത്തുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞത് ഇന്ന് പുലർന്നിട്ടില്ലേ? നല്ലതുപോലെ ചിന്തിക്കിൻ. അഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് എത്രമാത്രം മോശമാണ്, എത്രമാത്രം അരാജകത്വമാണ്. ഒരു മടിയില്ല, ഒരു നാണമില്ലാത്ത രീതിയിൽ സമൂഹം മാറി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ചുണ്ടിന് വ്യഭിചാരം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ചുണ്ടിൻ്റെ വ്യഭിചാരമാണ് ചുംബനം. കൈക്ക് നബി തങ്ങൾ പറഞ്ഞു, വല്ലദാനി തസ്നിയാൻ, 2 കൈകൾ വിചരിക്കുന്നുണ്ട് സഹാബ. ഫസിനാഹുമാ അൽ ബത്ശൂ, കൈയുടെ വിചാരം അത് പിടുത്തമാണ്. ബസ്സിൽ കയറുമ്പോൾ മുൻ സീറ്റിലിരിക്കുന്ന പെണ്ണിനെ ഒന്ന് തലോടാ, നിന്റെ കൈ പൊങ്ങുന്നുണ്ടോ? പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, അത് കൈയുടെ വിചാരമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ആളുകളില്ലേ ബസ്സിൽ തൊടുന്നവർ, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ, സ്ത്രീകളെ ആക്രമിക്കുന്നവർ, പീഡിപ്പിക്കുന്നവർ, അതിനുവേണ്ടി മുതിരുന്നവർ, കയറി പിടിക്കുന്നവർ, പഠിച്ചു വെച്ചോ, കൈയുടെ വ്യഭിചാരമാണത്. സയ്യിദുനാ റസൂലുള്ളാഹി, അതിനൊക്കെ വേറെ ശിക്ഷ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്നമൻ വളഅ യദഹു അല മറഅ ലാ തഹില്ലു ലഹു ബിശഹവാ ജാഅ യൗമൽ ഖിയാമ വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, ഈ ദുനിയാവിൽ നിനക്ക് അനുവദിക്കപ്പെടാത്ത പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്നെ കൈ നീ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ, അന്യ പെണ്ണിനെ
പെണ്ണിനെ നീ കയറി പിടിച്ചിട്ടുണ്ട് എങ്കിൽ നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന രംഗം പറയുകയാ വയദാഹു മഗ്ലൂലത്തു ഇലാ ഉനുഖിഹി രണ്ട് കൈകളും പിരടിയിലേക്ക് വെച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിലാണ് മഹ്ശറിലേക്ക് കൊണ്ടുവരുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. നാളെ മഹ്ശറിലേക്ക് അവനെ കൊണ്ടുവരുന്നത് രണ്ട് കൈകളും ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടായിരിക്കും. കഴുത്തിലേക്ക് വെച്ചിട്ട് പെരടിയിൽ വെച്ചിട്ട് ചങ്ങല കൊണ്ട് പൂട്ടും. എന്താ കാര്യം? ഇവനറിയില്ലേ ഇവനല്ല കൊടക്കാടുള്ളവനാണ്, ഇവനാണല്ലോ പെണ്ണിനെ ഇന്നാൾ പിടിച്ചത് ബസ്സിൽ വെച്ച്. ഇവനറിയില്ല ഇവനാ മണ്ണാർക്കാടുള്ളവനാ, ഇവനറിയില്ല ഇവനാ ചെറുപ്പുളശ്ശേരി ഉള്ളവനാ എന്നിങ്ങനെ പറയും മഹ്ശറിൽ വെച്ച ആളുകൾ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ ദുനിയാവിൽ വെച്ചേ സംഭവമൊന്നുമില്ല. ഒരു പെണ്ണിനെ ഇങ്ങനെ അറിയാതെ തൊട്ടതുള്ളൂ. കല്യാണ സദസ്സിൽ ഭക്ഷണത്തിന് വേണ്ടി ഇടിക്കുന്ന, അപ്പോൾ ആ ഇടിയുടെ ഇടയ്ക്ക് പോയി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മാക്കരിച്ച് ചെറുതായിട്ട്. എല്ലായിടത്തും ഉണ്ടല്ലോ അക്രമം. അതപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയതാകുന്ന ഒരു സിനിമ നടി ഖുശ്ബു എന്ന് പറയുന്നൊരു നടിയെ പ്രചരണത്തിനിടയിൽ ഒരുത്തം കയറി പിടിച്ചു. അവളൊരൊറ്റ അടി മുഖത്ത് കൊടുത്തു. മിനിഞ്ഞാന്ന് വാർത്തയിലുണ്ടായിരുന്നു. മോന്തക്കിട്ടൊരൊറ്റ അടിയും കൊടുത്തേച്ച് കയ്യോട്. പിന്നെ പോലീസുകാരവനെ കൊണ്ടുപോയി. അല്ല കിട്ടിയ ചാൻസ് എവിടെ വെച്ചാണ് തിക്കും തിരക്കൊക്കെ കൂട്ടുന്നതിനിടയിൽ വെച്ചിട്ട് ചെറിയ സോക്കേട് ആയിക്കോട്ടെ. അങ്ങനെ നരമ്പിൻ്റെ അസുഖമുള്ളവൻ നാളെ വരുമ്പോൾ കൈ എവിടെയാ? കൈ ഇവിടെ ഹാജിയാരെ കൈ ഇതാ ഇവിടെ ഇരിക്കുന്നത്, തലയിൽ കാണുന്നില്ലേ? ഇവിടെ ഉണ്ട് ഇതാ. അപ്പോൾ അതിങ്ങനെ ചങ്ങല വെച്ച് കെട്ടിയിരിക്കുക. മഹ്ശറിലേക്ക് വരുന്ന രംഗമാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഫൈന ഖബ്ബലഹാ ഖുരിളത ശഫതാഹു ബിമഖറളിൻ നാർ. ഈ ദുനിയാവിൽ അന്യ പെണ്ണിനെ നീ ചുംബിച്ചിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും പാർക്കിലോ മാളിലോ ബീച്ച് റോഡുകളിലോ വീടിൻ്റെ അകത്തലങ്ങളിലോ ആരുമില്ലാത്ത പറമ്പിലോ ആരുമില്ലാത്ത വീടുകളിലോ കൊണ്ടുവന്നാകട്ടെ അന്യ പെണ്ണിനെ നീ ചുംബിച്ചിട്ടുണ്ട് എങ്കിൽ നരകത്തിൽ വെച്ചുകൊണ്ട് പഴിപ്പിക്കപ്പെട്ട ചൂടാക്കപ്പെട്ട കത്രിക കൊണ്ട് നിന്റെ ചുണ്ടുകളെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ വലിക്കുകയാണ്. വലിച്ചു നീട്ടിയിട്ട് ചൂടുള്ള കത്രിക കൊണ്ട് ചുണ്ടുകളെ മുറിച്ച് മാറ്റുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരു ചുണ്ടല്ല ഖുരിളത് ശഫതാഹു ബിമഖറളിൻ നാർ. അവന്റെ രണ്ട് ചുണ്ടുകളെയും അല്ലാഹു മോശമായ രീതിയിൽ നരകത്തിലെ ശിക്ഷ നൽകുകയാണ്. നരകത്തിലെ ചൂടുള്ള കത്രി കൊണ്ട് അവന്റെ ചുണ്ടുകളെ അല്ലാഹു മുറിച്ചു മാറ്റുമത്രേ. സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് മനസ്സിലാക്കണം. ചൂട് കൂടാൻ എന്താ ഉസ്താദേ കാരണം? ചൂട് കൂടാൻ നമ്മൾ ഒരുപാട് കാരണം പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇവിടെ പറയും മരങ്ങളെല്ലാം വെട്ടി, നദികളെല്ലാം കൊണ്ട് മൂടി, പാടങ്ങളെല്ലാം നികത്തി, കോൺക്രീറ്റ് സൗധങ്ങൾ പണിതു. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ഒരുപാട് കാരണങ്ങൾ. അതൊരു കാരണമാണ്. നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? ഇത്രയും ആയുസ് നമുക്കുണ്ട്, അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇത്രയും ആയുസ്സിനിടയിൽ നമ്മൾ ഒരു ചെടിയെങ്കിലും വെച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരു മരം പോലും നമ്മൾ നട്ടിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മുടെ സ്വന്തം പറമ്പിൽ തൊടിയിൽ കിടക്കുന്ന ഇഷ്ടംപോലെ ചെടികളും മരങ്ങളും നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ടാവും. വളരെ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിൽ നമ്മൾ ദീൻ പഠിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മൻ ഖറസ ഖറസാ ഫഅകല മിൻഹു ദാബത്തുൻ ഔ ഇൻസാൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ആരെങ്കിലും ഒരു വൃക്ഷം നടുകയും ഒരു ചെടി നടുകയും ആ ഫലവൃക്ഷമാകുന്ന ചെടിയിൽ നിന്ന് പിന്നീട് വളരെ നല്ല കായ്കനികൾ ഉണ്ടാവുകയും ആ കായ്കനികൾ മനുഷ്യരും മൃഗങ്ങളും ഭക്ഷിക്കുകയും ചെയ്താൽ അവർക്കതിലൂടെ വലിയ സദഖയുടെ പ്രതിഫലമാണുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖയുടെ പ്രതിഫലം എന്നല്ല. നാളെ ഖിയാമത്ത് നാളാണ്. നാളെ ലോകാവസാനമാണെന്ന് മനസ്സിലാക്കുക. നാളെ നേരെ സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ എന്താവും?
നേരം വെളുക്കുമ്പോഴത്തേക്കും ലോകം അവസാനിക്കും. അങ്ങനെ ഒരു ഘട്ടം നമുക്ക് വ്യക്തമായി. നാളെയാണ് അവസാനം എന്ന് വ്യക്തമായി. നബി തങ്ങൾ പറയുന്നു, ഇൻ ഖാമത്തി സാഅതു വഫീ യദി അഹദികും ഫസീലത്തുൻ ഫല്യഗ്രിസ്ഹാ സയ്യിദുനാ റസൂലുള്ളാഹി. നാളെ ഖിയാമത്ത് നാളാണെന്ന് ഉറപ്പായി നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയൊരു ചെടിയുണ്ട്, നിങ്ങളുടെ കയ്യിലൊരു ചെറിയ തൂമ്പായുമുണ്ട് എങ്കിൽ വേഗം തന്നെ നിങ്ങളത് കുഴിച്ചിട്ടോ. നേരം വെളുക്കുമ്പോൾ നശിക്കുമെന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. ഈ ചെടി വളർന്നാവുമെന്ന് വല്ല വലുതാവുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഒരുറപ്പുമില്ല. എങ്കിൽ പോലും നാളെ ലോകാവസാനമാണെന്ന് കണ്ടാൽ പോലും നിങ്ങൾ തലേ ദിവസത്തെ രാത്രിയിൽ ചെടി നടണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിൽ കൂലിയുണ്ടെന്ന്. നാളെ നേരം വെളുക്കുമ്പോൾ ഈ ചെടി നശിക്കാനുള്ള ഊത്ത് വന്നിട്ടൊക്കെ പോവും. എന്നാലും കുഴപ്പമില്ല, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു അത് നിങ്ങൾ നട്ടോളിൻ, അതിന് കൂലിയുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. നമ്മളോ എത്രയോ മരങ്ങൾ വെട്ടി തകർക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവരും അതുകൊണ്ട് നാളെ എല്ലാവരും എന്ത് ചെയ്യണം? ഒരു മരം നടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചെറിയൊരു ചെടി നാളെ വേണ്ട, നമ്മളെ കൊണ്ട് കഴിയും. നോമ്പിന് മുമ്പായിട്ട് ഈ ഒരു മാസത്തിൽ നമ്മൾ ഒരെണ്ണം വെച്ചിട്ട് നമ്മളെ കൊണ്ട് കഴിയും. പഴയ കാലങ്ങളിൽ സ്ത്രീകൾക്ക് വലിയ താല്പര്യമായിരുന്നു പൂന്തോട്ടം, ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ അതൊക്കെ പോയി. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊതി വെക്കുക. ഇതുപോലെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കൊതി വെച്ചിട്ട് കണ്ണു വെച്ചിട്ട് അടിച്ചു പോകും. യാ അല്ലാ, പിറ്റേ ദിവസം കത്തിപ്പോവും. കണ്ണു വെച്ചിട്ടിങ്ങ് പോരുക. നല്ല ചെടിയാണല്ലോ ഇത്തായത്ത് എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങ് പോരും. യാ അല്ലാ, പിറ്റേ ദിവസം ചെല്ലുമ്പോൾ കരിഞ്ഞിരിക്കുന്നത്. അല്ലാ, ഇത് കണ്ണു വെച്ചിട്ട് കാര്യമില്ല കേട്ടോ, ഇത് പ്ലാസ്റ്റിക്കാണ്. ഇന്നിപ്പോൾ അങ്ങനെയാണ്. പണ്ടങ്ങനെയല്ല. ഇതൊക്കെ വെക്കുന്നതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. എന്നാലും എല്ലാ സ്ത്രീകളിലും അല്ല, ചിലർക്ക് വലിയ ഇഷ്ടമുണ്ട് ഇപ്പോഴും. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. അതെല്ലാവരിലും ഉണ്ടാവണം. നബിതങ്ങളുടെ ഒരു സുന്നത്താണത്. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ നമ്മൾ കാരണങ്ങൾ പറയുന്നുണ്ട്. ഇതല്ല യഥാർത്ഥ മൂലകാരണം. യഥാർത്ഥ കാരണം അള്ളാഹിൻ്റെ റസൂൽ പറയുന്നു, നരകത്തിൻ്റെ ഒരു ചെറിയ ചൂടാണിത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇന്നിപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു. അത് പറഞ്ഞോ? ആദ്യമുള്ളവരുണ്ടോ? നരകത്തിലെ ചൂടാന്നുള്ള സംഭവം പറഞ്ഞായിരുന്നു ഇവിടെ. നിങ്ങൾ വാല് ശ്രദ്ധിച്ചില്ലേ? ഇന്ന് പറഞ്ഞിട്ടില്ല. മതി. ഞാൻ ഇന്ന് പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞായിരുന്നു ആരെങ്കിലും? ഇല്ല. അപ്പോൾ ശ്രദ്ധിച്ചോ. നരകമെന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ? ഇവിടെ ശ്രദ്ധിക്ക്. 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചോ. ഇൽമുണ്ടാകും. നല്ലതുപോലെ ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന ഓരോ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധ ശരിക്കുണ്ടാകണം. നമ്മൾ മാതാപിതാക്കൾക്ക് മക്കളോടുള്ളതാകുന്ന കടമകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1 കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 2 പറയാനുണ്ട്. ഒരു ഭാഗത്ത് കിടക്കുക. അതിൻ്റെ പാർട്ടിൽ നിന്നാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത്. ഇനി തിരിച്ചങ്ങോട്ട് വരും. അതായത് എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. എങ്കിലേ നിങ്ങൾക്ക് നല്ല ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ വിജ്ഞാനം ഉണ്ടാവുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. എന്താണ് നരകം സഹോദരങ്ങളെ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഊഖിദന്നാറു അൽഫസന. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലം കത്തിക്കുകയാണ്. ഹത്ത ഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തൊടുത്തു അത്രേ. സുമ്മ ഊഖിദ അൽഫസന, വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു തുടുക്കുകയാണ്. 2000 കൊല്ലമായി. 1000 കൊല്ലം കത്തിച്ചു. നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തൊടുത്തു. അള്ളാഹു നരകത്തെ കത്തിക്കൽ നിർത്തിയില്ല. മലക്കളോട് പറഞ്ഞു, വീണ്ടും കത്തിക്കും മലക്കുകളെ, രാവും പകലും കത്തിക്കും. നമ്മളൊന്ന് ചിന്തിക്കുക. തങ്ങൾ പറയുകയാണ്, 2000 കൊല്ലം നിരന്തരമായി കത്തിച്ചപ്പോ ആ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു തുടുക്കുകയാണ്. നരകത്തെ കത്തിക്കൽ അല്ലാഹു നിർത്തുന്നില്ല. അല്ലാഹു വീണ്ടും മലക്കുകളോട് പറയുകയാ, വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാ. സുബ്ഹാനല്ലാഹ്,
3000 കൊല്ലം നരകത്തെ അല്ലാഹു രാപകലില്ലാതെ കത്തിക്കുകയാണ്. ഹത്തസ്വദ്ദത്ത് നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സാബ വഹിയ സൗദാഉൻ മുളിമാ. കറുകറുത്ത നരകമാണ് സാബ, കറുത്തതാകുന്ന നരകമാണ് സാബ. ആര് കണ്ടാലും പേടിക്കുന്ന നരകമാണ് നരകത്തിനെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 3000 കൊല്ലം രാവും പകലും കത്തിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. 1000 കൊല്ലം കത്തിച്ചപ്പോൾ ചുവന്നിരിക്കുകയായിരുന്നു നരകം, നിറം അങ്ങനെയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചപ്പോൾ വെളുത്തുപോയി. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കുമ്പോൾ വല്ലാതെ കറുത്തു. അത് ഈ പഴയ കാലഘട്ടത്തിൽ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഒരെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കേ. പണ്ട് അല്ലേ, ഒരു 35 വയസ്സൊക്കെ ഏജിൽ 30 മതി ഉണ്ടാവും, നമ്മൾ മുമ്പുള്ളവർക്ക് ഓർമ്മയുണ്ട്. അത് നമ്മളൊരു തട്ടിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചാൽ അവിടെ മുകളിൽ ഇങ്ങനെ കരി പിടിക്കുന്നുണ്ടാവും അല്ലേ. പഴയ വീടുകളൊക്കെ ആകുമ്പോൾ ഇപ്പോഴത്തെ കൗമിന് പറഞ്ഞാൽ അറിയൂല. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവർ അത് ഇതിൻ്റെ കീഴിലിരുന്ന് മണ്ണെണ്ണ വിളക്കിലിരുന്ന് പഠിച്ചിട്ടുള്ളവർക്ക് അറിയും. ആ മണ്ണെണ്ണ വിളക്കിലോട്ട് ഇങ്ങനെ നോക്കിയാൽ മതി, അതിൻ്റെ ഏറ്റവും താഴ്ഭാഗം നല്ല ചുവപ്പ തിരിയിൽ കഴിഞ്ഞ കൊണ്ട് അതിൻ്റെ മുകളിലൊരു വെള്ളം ഇങ്ങനെ കാണാം, ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും മണ്ടയ്ക്ക് നോക്കുമ്പോൾ വല്ലാതെ കറുപ്പ്. ഇത് തന്നെയാണ്, ഇതാണ് നരകത്തിൻ്റെ ഒരു സെക്ഷനാണിത്. ഇതിങ്ങനെ ചൂട് കൂട്ടി, ഇത് നേരെ തിരിച്ച്, അതായത് ചൂട് കുറയും. നമ്മൾ മുകളിൽ ഇങ്ങനെ പിള്ളേരെ കാണിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടി വിരലൊക്കെ ഓടിച്ച് പണ്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും തീ പിടിക്കുന്നില്ല, അങ്ങനെ കാണിച്ച കോമുണ്ടാവും ഇതിനിടയിൽ അല്ലേ. അങ്ങനെ കാണിച്ചിട്ടുള്ളവരില്ലേ? ഉണ്ട്. എൻ്റെ കയ്യിൽ തീ പിടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി മുകളിൽ കാണും. അപ്പോൾ മുകളിൽ വലിയ ചൂടൊന്നും കാണൂല. ഇതങ്ങനെയല്ല, നേരെ തിരിച്ചാണ്, ചൂട് കൂടുകയാണ്. പ്രതിഭാസം ഇത് തന്നെ സംഭവം. ആദ്യം 1000 കൊല്ലം കൂടി കത്തിച്ചപ്പോൾ ചുവന്നു, പിന്നെ വല്ലാതെ വെളുത്തു, പിന്നെ കറുത്തു. കറുത്ത പുകപടലമാണ്, ഭയങ്കര ചൂടാണ്. എന്താണ് ഒന്നും കാണാൻ പറ്റില്ല, ഭയങ്കര ഒരു രംഗം. നമ്മളൊന്ന് ചിന്തിച്ച ഒന്ന് മനസ്സിലിങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് എന്തായിരിക്കും ആ ചിത്രം? എന്താണത്? ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ കല്യാണം, നമ്മുടെ ആരുടെ വീട്ടിലാരെങ്കിലും മകളുടെ കല്യാണം വന്നു, നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ ഒരു 4-5 ചെമ്പ് വെച്ചിട്ട് ബിരിയാണി വെച്ചിട്ടുണ്ടാവും. ആ ചെമ്പിൻ്റെ അടുത്ത് തന്നെ വാപ്പായും അവർ പോയി അടുത്ത് നിൽക്കൂല. നമ്മളിച്ചിരി മാറി നിന്നിട്ടായിരിക്കും വെപ്പുകാരോട് സംസാരിക്കുന്നത് തന്നെ, ഭക്ഷണം പാചകം ചെയ്യുന്നവരോട് സംസാരിക്കുന്നത് തന്നെ. അടുത്ത് നിന്നിട്ട് എല്ലാം റെഡിയല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ ചൂടിങ്ങോട്ട് കേൾക്കുമ്പോൾ വീണ്ടും മാറിപ്പോവും. നമുക്ക് ആ 3-4 ചെമ്പിൽ നിന്ന് ഒരു കുറഞ്ഞ വിറകിൻ്റെ ഒരു ചെറിയ തീപ്പൊരി പോലും നമുക്ക് പറ്റുന്നില്ല. എന്നാൽ നബിതങ്ങൾ പറയുകയാണ്, നരകത്തെപ്പറ്റി നബിതങ്ങൾ പറയുക. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, സമൂഹം അറിയണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലൗ ജുമിഅ ഹതബു ദുനിയാ കുല്ലിഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് സ്വഹാബ, ലോകത്തുള്ള സർവവൃക്ഷങ്ങളും സസ്യലതാദികളും വിറക് കൊള്ളികളാക്കി ഒരുമിച്ചിട്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു ജഹന്നം എന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലോകത്തുള്ള നമ്മുടെ ഈ നാട്ടിൻ പ്രദേശത്തുള്ളത് മാത്രം ഒന്നിട്ട് കത്തിച്ചാൽ തന്നെ എന്തായിരിക്കും? ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും വെട്ടി നുറുക്കി വിറക് കഷ്ണമാക്കി ഒരു വലിയ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ട് കത്തിച്ചു. എന്തായിരിക്കും എൻ്റെ തീനാളം, എന്തായിരിക്കും എൻ്റെ തീജ്വാല? ഒന്ന് ഓർത്തു നോക്കും. അങ്ങനെയിട്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നം എന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് കേട്ടോ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നരകം എന്തായിരിക്കും ഒന്ന് ഊഹിച്ചോ? അഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇങ്ങനെ 3000 കൊല്ലം നിരന്തരമായി കത്തിച്ചതാകുന്ന നരകം, വല്ലാതെ കറുത്തതാകുന്ന നരകം, പൊടിപടലങ്ങൾ കൊണ്ട് നിലകൊള്ളുന്നതായ നരകം, പുക കൊണ്ട് നിലകൊള്ളുന്നതാകുന്ന നരകം അല്ലാഹുവിനോട് വന്നുകൊണ്ട് പരാതിപ്പെടുകയാണ്. അകല ബഅലി ബഅലാ, അല്ലാഹുവേ പടച്ച റബ്ബേ,
എന്റെ ചില ഭാഗങ്ങളെ മറ്റു ചില ഭാഗങ്ങൾ കരിച്ചു കളയുന്ന അല്ലാ, ഭുജിച്ചു കളയുന്ന അല്ലാ. എന്റെ ചില ഭാഗങ്ങളെ മറ്റു ചില ഭാഗങ്ങൾ ഇതാ കരിച്ചു കളയുകയാണ് റബ്ബേ, തിന്നു കളയുകയാണ് അല്ലാ. അതുകൊണ്ട് പടച്ച റബ്ബേ, എനിക്കൊന്ന് രക്ഷപ്പെടാനുള്ള രക്ഷാകവചം നീ നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട എംപിച്ചുകോയ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഞാൻ ഓർത്ത് തങ്ങൾ വന്നുകൊണ്ട് ദ്വാരക്കം വേഗം പോകാൻ കരുതി. ശ്രദ്ധിക്കൂ. ബിസ്മില്ലാഹ്. അള്ളാഹു തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നിങ്ങളെന്താ ഒരു ആമീൻ ഉറക്കെന്ന് പറയുന്നത്? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ധാരാളം കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ശ്രദ്ധിക്ക്. അപ്പം നരകം 3000 കൊല്ലം നിരന്തരമായി കത്തിച്ചതാകുന്ന നരകം അള്ളാഹുവിൻ്റെ തിരുഹളറത്തിലെത്തി റബ്ബിനോട് പരാതിപ്പെടുകയാണ്. അല്ലാഹുവേ, അക്കല്ല ബഅലി ബഅല, എൻ്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ ഇതാ ഭുജിച്ചു കളയുന്ന റബ്ബേ, തീ കാരണമായിട്ട് കരിച്ച് 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 ഞങ്ങളിതാ വല്ലാതെ പ്രയാസപ്പെടുകയാണ് എന്ന് നരകം അള്ളാഹുവിനോട് ആവലാതിപ്പെട്ടപ്പോ അള്ളാഹു നരകത്തിന് അനുമതി നൽകി. ബിന്നഫസൈൻ, 2 ഉച്ചസിക്കൽ കൊണ്ട്, നിശ്വാസം കൊണ്ട് പുറത്തേക്ക് 2 പ്രാവശ്യം നീ ഊതണം, പുറത്തേക്കൊന്ന് ഉച്ചസിക്കണം. നഫസും ഫിശ്ശതാഇ വനഫസും ഫിസ്സൈഫ്. നല്ല ചൂട് കാലത്ത് നീ ഒന്ന് പുറത്തേക്ക് ഊതണം. ഒരു കാലഘട്ടം സൈഫ്, ഉഷ്ണകാലഘട്ടത്തിലും ശൈത്യകാലഘട്ടത്തിലും 2 പ്രാവശ്യം പുറത്തേക്ക് ഉച്ചസിക്കാൻ അള്ളാഹു അനുമതി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, നിങ്ങൾക്ക് ചൂട് കൂടാനുള്ള കാരണം മറ്റൊന്നുമല്ല സഹാബാ, ചൂട് കൂടാനുള്ള കാരണം ഈ അത്യുഷ്ണമാകുന്ന കാലഘട്ടത്തിൽ നരകത്തിൻ്റെതാകുന്ന പുറത്തേക്കുള്ള നിശ്വാസമാണ്. തണുപ്പുള്ള സമയത്ത് തണുപ്പ് കൂടാനുള്ള കാരണവും അറിയുമോ? അത് നരകത്തിൻ്റെ നിശ്വാസമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. നരകത്തിൽ 2 തരം ശിക്ഷയുണ്ട്. ചിലർക്ക് എന്ത് ഇപ്പം തണുപ്പ് കാലത്ത് ദൂതുമ്പോൾ സത്യത്തിൽ ചൂടല്ലേ വരേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. നരകത്തിൽ എത്ര ശിക്ഷയുണ്ട്? 2 സൈസ് ഉണ്ട് ശിക്ഷ. ചില ആളുകൾക്ക് നല്ല ചൂടുകൊണ്ട് ശിക്ഷിക്കും, ചിലർക്ക് എന്ത് കൊടുക്കും? അതികഠിനമാവുന്ന തണുപ്പും കൊടുക്കും. 2 ബുദ്ധിമുട്ടാണ്. 2 അതിന് മിതമായിട്ട് നിൽക്കണം. അതല്ല കേരളത്തിലെ കാലാവസ്ഥ 2നും ഒരു മിതത്വമാണ്. അതിൽ നിന്ന് മറിയാണ് ഇപ്പോൾ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്കെന്താ 2 ഉണ്ടായിരുന്നു. വളരെ റാഹത്ത, വലിയൊരു മിതമായൊരു കാലാവസ്ഥയാണ്. 2 ബുദ്ധിമുട്ടാണ്. നല്ല ചൂട്, അതും ബുദ്ധിമുട്ടാണ്. നല്ല തണുപ്പ്, അതിശക്തമായ തണുപ്പ്, 2 നമ്മുടെ ശരീരത്തിന് ഇണങ്ങിയതല്ല, നമ്മുടെ ശരീരത്തിന് യോജിച്ചതല്ല. മനുഷ്യനത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു അല്ലേ? അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ അവന് വേണ്ടുന്ന ശിക്ഷകൾ കൊടുക്കാൻ വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്ന നരകത്തിൽ 2 സൈസ് ശിക്ഷകളുണ്ട്. ഒന്ന് ചൂടുകൊണ്ട്, മറ്റൊന്ന് അത്യുഗ്രമാകുന്ന തണുപ്പുകൊണ്ട്. ശൈത്യകാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന തണുപ്പിന്റെ കാരണം നരകത്തിന്റെ നിശ്വാസമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഉഷ്ണകാലഘട്ടത്തിൽ നിങ്ങൾക്കുള്ള ചൂടിന്റെ കാരണവും നരകത്തിന്റെ ശ്വാസം വിടലാണ്. പുറത്തേക്കൊരു ശ്വാസം ഹാവു എന്ന് പറയുന്ന ഒരു ശൈലി, നരകത്തിൻ്റെ ഒരു പ്രക്രിയ. അതുകൊണ്ടാണ് ഈ ചൂടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്, ശാസ്ത്രം പറഞ്ഞതല്ല, നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. നരകത്തെക്കുറിച്ചൊരു മുന്നറിയിപ്പാണ് സത്യത്തിൽ ഈ ചൂട്. മനസ്സിലായിക്കോ. നാളെ മഹ്ശറയിലോട്ട് ചെല്ലുമ്പോൾ സൂര്യനെ കൊണ്ടുവന്ന് അടുപ്പിക്കും. ഹദീസില്ലേ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തുദിന ശംസു അലാ ഖദരി അഅമാലിഹിം യൗമൽ ഖിയാമ ഫയകൂനു അലാ കഅബൈ വമിൻഹും മൻ യകൂനു അലാ റുഖബതൈ വമിൻഹും മൻ യകൂനു അലാ ഹഖ്വൈ വമിൻഹും മൻ യൽജിമുഹും അൽ-അറഖു ഇൽജാമാ.
അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉറപ്പെടുത്തുകയാണ്, നാളെ മഹ്ശറിലേക്ക് ജനങ്ങൾ വന്ന് നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ അടുപ്പിക്കുകയാണ്. ഓരോരുത്തരുടെയും അമലിനനുസരിച്ചുകൊണ്ട്, ഈ ദുനിയാവിൽ അവൻ ചെയ്ത സുഹൃതങ്ങൾക്കനുസരിച്ചുകൊണ്ട്, അവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ചുകൊണ്ട് അല്ലാഹു ഇതാ സൂര്യനെ തലക്ക് മീതെ കൊണ്ടുവരുകയാണ്. ഓരോരുത്തർക്കും പ്രത്യേകമായിരിക്കും ചൂട്, പ്രത്യേകമായിരിക്കും. അവനവൻ്റെ അമലിനനുസരിച്ച് അല്ലാഹു ചൂട് തരും. ഈ ദുനിയാവിൽ അങ്ങനെ തന്നെയാണ്. ചില ആളുകൾക്ക് വല്ല വീർപ്പുണ്ടാവൂല, അവർക്ക് ചൂടൊന്നുമില്ല. ബാക്കിയുള്ളവർ ചൂടെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റൊരു പറയും ചൂടോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. ഇതുപോലെ തന്നെ തണുപ്പും. ചില ആളുകൾ പറയും ഭയങ്കര തണുപ്പ്, ഫാനം നോഫി എന്നൊക്കെ പറയും തണുപ്പൊന്നുമില്ല, AC ഇട്, ഒരു കുഴപ്പമില്ലല്ലോ, അങ്ങനെ പറയുന്ന കോമുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അങ്ങനെയുണ്ട്. ഇതേപോലെ ഈ ദുനിയാവിൽ അമൽ ചെയ്തവൻ നിന്റെ നമസ്കാരത്തിൻ്റെയും നിന്റെ നോമ്പിൻ്റെയും സക്കാത്തിൻ്റെയും ഹജ്ജിൻ്റെയും സർവ്വവിധമാകുന്ന അമലുകളുടെയും തോതനുസരിച്ചുകൊണ്ട് നാളെ സൂര്യനെ ഇങ്ങനെ അടുപ്പിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. ഓരോരുത്തർക്ക് ചൂട് പ്രത്യേകമാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, വമിൻഹും മൻ യകൂനു അലാ റുക്ബതൈ വമിൻഹും മൻ യകൂനു അലാ കഅബൈ. ചിലരുടെ കണങ്കാല് വരെ, കണങ്കാലിൻ്റെ ഭാഗം വരെ വിയർപ്പിൽ മുങ്ങും. സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിക്കണേ, വിയർപ്പിൽ മുങ്ങുമെന്ന്. വിയർപ്പിൽ, അല്ലാതെ അവിടെ വെള്ളം കിട്ടുമെന്നല്ല, വെള്ളത്തിൽ കിളിക്കല്ല, വിയർപ്പിൽ മുങ്ങും കണങ്കാല് വരെ. ഏറ്റവും ചെറിയതാണ് നബി തങ്ങൾ പറഞ്ഞത്. വമിൻഹും മൻ യകൂനു അലാ റുക്ബതൈ. ചിലർ മുട്ട് വരെ വിയർപ്പിൽ മുങ്ങും, ചിലർ അരവരെ വിയർപ്പിൽ മുങ്ങും, ചിലർ കഴുത്തറ്റം വിയർപ്പിൽ മുങ്ങും. നബി തങ്ങൾ പറഞ്ഞു, വമിൻഹും മൻ യൽജിമുഹുൽ അറഖു ഇൽജാമ. ചിലർ വിയർപ്പിൽ മുങ്ങിക്കുളിക്കും. നബി തങ്ങൾ എന്നിട്ട് 2 വിരലെടുത്തിട്ട് ഇങ്ങനെ വായിലേക്ക് വെച്ചിട്ട് പറയും, ദാ ഇവിടം വരെ ഉണ്ടാകും, അവിടെ വാ വരെ ഇങ്ങനെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. മഹ്ശറിലുണ്ടാകുന്ന സംഭവമാണ്. വിയർപ്പിൽ മുങ്ങിക്കുളിക്കും, വിയർപ്പായിരിക്കും ഫുള്ള്. അങ്ങനെയൊന്നും കാണത്തില്ല ഉസ്താദെ. അത് ഉദാഹരണം പറഞ്ഞുതരാം. പ്രളയം വന്നു അല്ലേ? പ്രളയം വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെയും വീട്ടിൽ ഒരേപോലെയാണ് വെള്ളം കയറിയത്. ചിലർക്ക് വെള്ളം തീരെ ഉണ്ടായിരുന്നില്ല, വെള്ളം കയറിയിട്ടേ ഇല്ല. ചിലരുടെ വീട്ടിനകത്ത് സ്വല്പം വന്നു, മുട്ടുവരെ വന്നിട്ടുണ്ട്. ചിലരുടെ കണങ്കാൽ വരെ വന്നിട്ടുണ്ട്. ചിലർക്ക് അരവരെ വന്നിട്ടുണ്ട്. ചിലർക്ക് പെര 1-ാം നില മുഴുവൻ മൂടിയിട്ടുണ്ട്. ചെങ്ങന്നൂർ ദേശത്തൊക്കെ 1 കഴിഞ്ഞ് 2-ാം നിലയിൽ അങ്ങോട്ടെത്തി വെള്ളത്തിൻ്റെ തോത്. എന്നതുപോലെ ഇതേപോലെ നാളെ മഹ്ശറിൽ നിൽക്കുമ്പോൾ ഓരോരുത്തർക്ക് കയറ്റം ഇറക്കും. പടച്ചോൻ കൊടുക്കുന്ന ശിക്ഷയാണത്. അത് അങ്ങോട്ട് അവിടെ കുറഞ്ഞുള്ള ഭാഗത്ത് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കൂല. പ്രളയം വന്നപ്പോഴത്തേക്കും ചില വഴികൾ മുഴുവൻ അടഞ്ഞുപോയി, വെള്ളത്താൽ ചുറ്റപ്പെട്ടു പോയി. എന്നതുപോലെ വിയർപ്പിനാൽ മൂടപ്പെട്ടു പോവും, എങ്ങോട്ടും പോക്കടക്കൂല. നിനക്ക് എങ്ങനെയാണോ നീ ദുനിയാവിൽ അമൽ ചെയ്തത് അതനുസരിച്ച് അള്ളാഹു അവിടെ പ്രശ്നമാണ്, സൂര്യൻ അടുപ്പിക്കും. ഈ സൂര്യൻ നാളെ മഹ്ശറിൽ ജനങ്ങൾ മുഴുവൻ നിൽക്കുമ്പോൾ നരകത്തെ കൊണ്ടുവരുമ്പോൾ നരകത്തിലേക്ക് വീഴപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നരകത്തിലേക്ക് ഈ സൂര്യനെ പ്രവേശിപ്പിക്കുമെന്നാണ് മഹ്ശറിൽ. അപ്പോൾ ചൂടെന്തായിരിക്കും? ഈ സൂര്യൻ്റെ ചൂട് കാരണം നമ്മൾ ആവലാതി പറയുന്നത്. കോടിക്കണക്കിന് കിലോമീറ്റർ നിൽക്കുന്ന സൂര്യൻ അൾട്രാ വയലറ്റിൻ്റെതാകുന്ന രശ്മികൾ ഇതാ നമ്മളിലേക്ക് പതിക്കുന്നു, ചൂട് കൂടുന്നു, ശാസ്ത്രം പറയുന്നു. ഈ സൂര്യനെ എങ്ങോട്ടിറക്കുമെന്ന്? നരകത്തിനുള്ളിലേക്ക് കടത്തും. അപ്പം ചൂട് വീണ്ടും ആധിക്യമാകുകയാണ്. അഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണ് എന്ന് ഒരിക്കൽ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറയണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ, നരകത്തിലെ വലുത് ഞാൻ പറയുകയില്ല, നരകത്തിന്റെ ചെറുത് ഞാൻ പറഞ്ഞു തരാം. നരകത്തിലെ ഏറ്റവും ലൈറ്റായ ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരാം, വലുത് ഞാൻ പറയൂല. നിങ്ങൾക്കത് കേട്ടിരിക്കാൻ സാധിക്കൂല. അത് തന്നെ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ ശിക്ഷ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നഹു അന അഹ്ലിന്നാരി അദാബാ മല്ലഹു നഅലാനി വശറാഖാൻ.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തിലേക്ക് കടന്നാലുടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ബാത്റൂമിലേക്ക് നീ കടക്കുമ്പോൾ നീ ധരിക്കുന്ന 2 വള്ളികൾ ഉള്ളതാകുന്ന ഹവായി ചെരുപ്പില്ലയോ, അതുപോലെ 2 വള്ളികളുള്ള തീയാലുള്ള ചെരുപ്പ് നിന്റെ കാലിലേക്ക് ഇട്ട് തരുകയാണ്. നരകത്തിൽ ചെരുപ്പ് ഉസ്താദേ? നരകത്തിൽ ചെരുപ്പുണ്ട്, നരകത്തിൽ ഡ്രസ്സുണ്ട്. ഇവിടെ ജയിലിൽ പോകുന്നതിനില്ലേ ഡ്രസ്സ്? 356 ഇങ്ങ് വാട ഹൈവാന എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട് ഡ്രസ്സ്, നമ്പർ അടിച്ചു സീൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ അവിടെയുണ്ട് ഡ്രസ്സ്. ഹദീസാണ്, വെറുതെ പറയല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ലൗ അന്ന സൗബൻ മിൻ സിയാബി അഹ്ലിൻ നാർ لو علق بين السماء والأرض لمات جميع الأرض من نتنها أو من حرها. നാളെ പടച്ചറബിന്റെ ദർബാറിലേക്ക് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തി ആ വിചാരണയിൽ വെച്ചുകൊണ്ട് മോശമായി ഭവിച്ചവരുണ്ടോ? ഈ ദുന്യാവിൽ അമൽ ചെയ്യാത്തതാകുന്ന ആളുകളുണ്ടോ? കള്ളുകുടിച്ചവരുണ്ടോ? വിചരിച്ചവരുണ്ടോ? അവർക്ക് ഇതാ നൽകപ്പെടുകയാണ്. നരകത്തിലേക്ക് കടത്തിയാലുടനെ അവർക്കൊരു വസ്ത്രം നൽകപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ ചൂടിനെ കുറിച്ച് പറയുകയാണ്, അതിന്റെ ദുർഗന്ധത്തെ കുറിച്ച് പറയുകയാണ്. ലൗ അന്ന സൗബൻ മിൻ സിയാബി അഹ്ലിൻ നാർ ലൗ ഉല്ലിഖ ബൈന സമാഇ വൽ അർദ്. 7 ആകാശങ്ങളുടെയും ഭൂമിയിലും എവിടെയെങ്കിലും ഈ വസ്ത്രമെങ്ങാനും ഒന്ന് ഒടക്കിയിട്ടാൽ ലമാത ജമീഉൽ അർളി മിൻ നതിനിഹാ ഔ മിൻ ഹുർരിഹാ. ആ വസ്ത്രത്തിൽ നടിച്ചു വീശുന്ന ദുർഗന്ധ നിമിത്തമായിട്ടോ അതിൻ്റെതാകുന്ന ചൂട് നിമിത്തമായിട്ടോ ഭൂമിയിലുള്ള സർവരും മരിച്ചു വീഴാൻ നിദാനമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അത്രമാത്രം ദുർഗന്ധവും ചൂടുമുള്ള വസ്ത്രമാണ് നരകത്തിൽ ധരിപ്പിക്കുക. ഇട്ടാ ഉടനെ ഉരുകി ഒലിക്കും, മാംസങ്ങളും മജ്ജകളും ഒക്കെ ഉരുകി ഒലിക്കും. അങ്ങനത്തെ ഡ്രസ്സാണത്. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ അവിടെ വസ്ത്രം ഉണ്ടെന്ന് മനസ്സിലായി, ഡ്രസ്സുണ്ട് അവിടെ. ആ ഡ്രസ്സിൻ്റെ കോലമാണ് ഈ പറഞ്ഞത്. 7 ആകാശങ്ങളുടെയും 7 ഭൂമിയുടെ ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിട്ടാൽ ഇവിടെ ഉള്ള മുഴുവൻ ജന്തുജാലുക്കളും ജീവജാലങ്ങളും മുഴുവനും ചത്തൊടുങ്ങുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിൻ്റെ ചൂട് കാരണമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ദുർഗന്ധം കാരണമായിട്ട്. അത്ര നാറ്റമുള്ള വസ്ത്രമാണ് ഇടിക്കുക. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, നരകത്തിലേക്ക് കടന്നാലുടനെ അവന്റെ കാലിലേക്ക് തീയാലുള്ളതാകുന്ന 2 വള്ളികളുള്ള ചെരുപ്പിട്ട് കൊടുക്കും. ആ ചെരുപ്പെട്ട കാരണത്താൽ അവന്റെ തലച്ചോറ് തിളച്ചു മറിയുകയാണ്. ആ ചെരുപ്പിന്റെ ചൂട് അവന്റെ ഉള്ളിലൂടെ പ്രവഹിക്കുകയാണ്. അവന്റെ മുട്ടിലൂടെ, തുടയിലൂടെ, ആമാശയത്തിലൂടെ അന്നനാളം കരിച്ചുകൊണ്ട് അതാ തലച്ചോറിനുള്ളിലേക്ക് കടന്നു വരുകയാ. തലച്ചോറ് വെന്തുരുകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ ചെരുപ്പിന്റെ ചൂട് കാരണമായി തലച്ചോറ് വെന്തുരുകുമേ ഹബീബുനാ റസൂലുള്ളാഹി. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എങ്കിൽ ഈ ദുന്യാവിൽ അന്യ പെണ്ണിനെ ചുംബിക്കുന്നവന് നാളെ നരകത്തിൽ നൽകുന്ന ശിക്ഷ, അവൻ്റെ ചുണ്ടുകളെ പുരുളത്ത് ശഫതാഹു ബിമിഖറലിന്നാർ, നരകത്തിലേതാകുന്ന കത്രി കൊണ്ട്, ചൂടുള്ള കത്രി കൊണ്ട് അവൻ്റെ ചുണ്ട് മുറിച്ചു മാറ്റും. അത് ഈ ശിക്ഷയേക്കാൾ വലുതാണ്. കാരണം എന്തുകൊണ്ട്? നബിതങ്ങൾ ഏറ്റവും ചെറിയ ശിക്ഷയായിട്ട് പരിചയപ്പെടുത്തിയത് ഏതാണ്? ചുണ്ടു മുറിച്ചു മാറ്റുന്നതല്ല, പിന്നെ ഏതാണ്? ചെരുപ്പിട്ട് തരുന്നതാണ്. അത് തന്നെ എങ്ങനെയാണ്? അതിൻ്റെ കാഠിന്യം എത്രയാണ്? ആ ചൂടുള്ള ചെരുപ്പം കൊണ്ട് ഇട്ട കാരണത്താൽ തലച്ചോറ് തിളയ്ക്കും. ഔദു ബില്ലാഹ്, അല്ലാഹു ആക്കട്ടെ. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ ശിക്ഷ എന്ന് മനസ്സിലാക്കിക്കോ. അന്യ പെണ്ണിനെ ചുംബിക്കുന്നവർ, അന്യ പുരുഷന്മാരെ ചുംബിക്കുന്നവർ, അതിന് നിന്നുകൊടുക്കുന്നവർ, തയ്യാറാകുന്നവർ, ഔദു ബില്ലാഹ്, അല്ലാഹു ആക്കട്ടെ. ചുരുക്കത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മാതാപിതാക്കൾ സാലിഹീങ്ങളാകണം. മക്കളോടുള്ള കടമ അതാണ്, മക്കളോടുള്ള ബാധ്യത അതാണ്.
അയ്യസ്തൻജിബ ഉമ്മഹു, കുട്ടിയുടെ ഉമ്മയെ തിരഞ്ഞെടുക്കണം. ഒന്നാമത്തെ കടമ അതാണ്. അപ്പാടെ കടമയെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാരും ചെറുക്കൻ സാലിഹാണോ എന്ന് നോക്കണം. കള്ളു കുടിക്കുന്നവനാണോ, മോശമായ ശൈലിയുള്ളവനാണോ, പെണ്ണിൻ്റെ വീട്ടിൽ എങ്ങനെയെങ്കിലും മകളെ തലേന്ന് ഒഴിക്കുക, ആ രീതി ആകരുത്. ആളുകൾ പറയാറുണ്ട് അവൻ ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അതൊന്ന് ശരിയാണോ എന്ന് അന്വേഷിക്കണം. എന്നിട്ടേ ഉള്ളൂ മകളെ വിവാഹം കഴിച്ചയക്കാവുള്ളൂ. അവസാനം പ്രശ്നത്തിലേക്ക് അകപ്പെടരുത്, ത്വലാഖിലേക്ക് എത്തുന്ന ഒരു സംഭവം ഉണ്ടാകരുത്. നിർബന്ധമായി ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ മക്കളോടുള്ള കടമകൾ വീട്ടിയവരാകൂ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടിയോട് പറഞ്ഞു കൊടുക്കാണ്ട്, കുട്ടിയോട് ഓർമ്മപ്പെടുത്താണ്. ഇനി 2-3 കടമ ഞാൻ വേഗം പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, പറയുകയാണ് വഅയ്യുഹസ്സിന ഇസ്മഹു, കുട്ടിയുടെ പേര് നന്നാക്കലാണ്. മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദീനുള്ള പേരിടണം, മതബോധമുള്ള പേരിടണം, മതനിഷ്ഠയുള്ള പേരിടണം. മക്കൾ സാലിഹാകണമെന്ന് നിയ്യത്ത് വെക്കുന്നവരല്ലേ എല്ലാവരും? ആണോ? അതെ, എല്ലാവരും അതാണ് ലക്ഷ്യം. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തസമ്മൂ ബി അസ്മാഇൽ അംബിയാ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അംബിയാക്കളുടെ പേര് വെക്കണേ. അംബിയാക്കളുടെ പേര് കൊണ്ട് നിങ്ങൾ പേര് സിദ്ധിക്കണേ. ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി, ആദം എന്ന പേരിടുന്നവരുണ്ടോ? ഇദ്രീസ് എന്ന പേരിടുന്നവരുണ്ടോ? നൂഹ് എന്ന പേരിടുന്നവരുണ്ടോ? ഹൂദ് എന്ന പേരിടുന്നവരുണ്ടോ? സാലിഹ് എന്ന പേരിടുന്നവരുണ്ടോ? മൂസ എന്ന പേരിടുന്നവരുണ്ടോ? ഈസാ എന്ന പേരിടുന്നവരുണ്ടോ? യൂനുസ് എന്ന പേരിടുന്നവരുണ്ടോ? അയ്യൂബ് എന്ന പേരിടുന്നവരുണ്ടോ? ഹാറൂൻ എന്ന പേരിടുന്നവരുണ്ടോ? മുഹമ്മദ് എന്ന പേര് വെക്കുന്നവരുണ്ടോ? 25 പ്രവാചകന്മാരുടെ പേരുകൾ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ച് നൽകിയിട്ട് എന്തേ പ്രവാചകന്മാരുടെ പേര് നിങ്ങൾ പേര് വെക്കാത്തത്? തസമ്മൂ ബി അസ്മാഇൽ അംബിയാ, ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തികൾ അംബിയാക്കളല്ലയോ? ആ അംബിയാക്കളുടെ പേര് നിങ്ങൾ പേര് വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? അംബിയാക്കളുടെ പേരുള്ളവരുണ്ടോ ഈ സദസ്സിൽ ആരെങ്കിലും? ഈ പറഞ്ഞ 25 പ്രവാചകന്മാർ ആരെങ്കിലും പേരുള്ളവരുണ്ടോ? ആദം, ഹൂദ്, ഇദ്രീസ്, നോഹ് ആരെങ്കിലും ഉണ്ടോ? മുഹമ്മദ് എന്ന പേരുള്ളവരുണ്ടോ? പിന്നെന്താ കൈവെക്കാത്ത? മുഹമ്മദ് പ്രവാചകനല്ലേ? അല്ലാഹു സ്വീകരിക്കട്ടെ. ഏറ്റവും നല്ല പേരാണ് മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അറബികൾ അതുകൊണ്ടല്ലേ വേറെന്ത് പേരാണെങ്കിലും യാബാ മുഹമ്മദ് എന്ന് വിളിക്കും. വലിയ ഇഷ്ടമാണ് അവർക്ക്. മുഹമ്മദ് എന്നുള്ള പേരിന്റെ മഹത്വം എന്താ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ കാന ലഹു സലാസത്തും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദാ ഫഖദ് ജഹല. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, ആർക്കെങ്കിലും 3 മക്കളുണ്ട്, അതിൽ ഒരാൾക്ക് പോലും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം പേരിടുന്ന വിഷയത്തിൽ വിവരമില്ലാത്തവനായി പോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 മക്കൾ ഒരു വാപ്പാക്ക്, 3 മക്കൾ ദമ്പതികൾക്കുണ്ട്, അവരെന്ത് പേരിട്ടില്ല, ഒരാൾക്ക് പോലും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ല എങ്കിൽ അവരാരായിത്തീരും? പേര് വെക്കുന്ന വിഷയത്തിൽ അജ്ഞരാണ്, വിവരമില്ലാത്തവരായിപ്പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആലിമീങ്ങളോടും ദീനിൻ്റെ അഹ്ലുകാരോടും സയ്യിദന്മാരോടും ഒക്കെ ചോദിക്കാമായിരുന്നു. ചോദിക്കുന്ന ഒരു കാലഘട്ടവും മുമ്പുണ്ടായിരുന്നു. ഇന്ന് വളരെ കുറഞ്ഞുപോയി. ഇന്ന് ഇൻ്റർനെറ്റിൽ പരതാണ്. ഒരാൾ പേരിട്ടു, അയാൾ പേരും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരും ആ പറഞ്ഞ അർത്ഥവുമായിട്ട് ഒരുപാട് വ്യത്യാസം. ഞാൻ ചോദിച്ചു എന്താണ് അർത്ഥം? അദ്ദേഹം പറഞ്ഞു അർത്ഥം സന്തോഷമെന്നാണ്. സത്യത്തിൽ ആ പറഞ്ഞ അറബി വാക്കുമായിട്ട് പുലബന്ധം പോലും ഇല്ല ആ വാക്കിനർത്ഥം. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇത് ആരാ ഇങ്ങനെ പറഞ്ഞു തന്നത്? ഞാൻ മനസ്സിലാക്കി ആരെങ്കിലും എവിടെ നിന്ന് പോലെ നോക്കിയിട്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞു ഞാൻ ഗൂഗിളിനോട് ചോദിച്ചെന്ന്. ഗൂഗിളിനോട് ചോദിച്ചു. കൊള്ളാം, ഇങ്ങനെയുണ്ട്. ഇൻ്റർനെറ്റിൽ പരതിയതാണ്. ഗൂഗിൾ ആരാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതൊക്കെ ജൂതന്മാരുടെ സൃഷ്ടിയല്ലേ, നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉത്തരം ലഭിക്കുമോ? ഇത്തരത്തിലുള്ള വിഷയങ്ങൾ
അത് നീ ചോദിക്കേണ്ടത് എങ്ങനെയാ? ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കോട്ടയത്തേക്ക്? അതൊക്കെ ചോദിച്ചാൽ ഹൈവാൻ നല്ല കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് ഗൂഗിൾ വാപ്പ ഉള്ളത്. അല്ലാതെ ഇത് അറബിയുടെ ഇതങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ട് ഇത് കറക്റ്റായിട്ടൊന്നും അർത്ഥം അത് പറഞ്ഞു തരണമെന്നില്ല. ഇപ്പം ജനങ്ങൾ അതിന്മേൽ ആസ്വദിക്കാൻ ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കും, അത് പറയുന്നത് സ്വീകരിച്ചിട്ട് എവിടുന്ന പേര് കിട്ടി അത് ഗൂഗിളിനോട് ചോദിച്ചു അതിനെ എത്തിക്കേണ്ട ദിവസം അത് അങ്ങനെ അങ്ങോട്ട് എടുത്തതാണ്. ഒരിക്കലും പാടില്ല. നമുക്കൊരു ഗുരുത്വവും പൊരുത്തവും ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. നമ്മൾ സയ്യിദന്മാരോട്, ഉലമാക്കളുടെ, സമസ്തയുടെ പണ്ഡിതന്മാരോട് വന്ന് ചോദിച്ച് മുഷാവറ നടത്തി, ഉസ്താദെ ഞാൻ ഈ പേരെടുത്ത് സജഷൻ ചെയ്യട്ടെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? അവരോട് ചോദിച്ച് അവരെ കൊണ്ട് തന്നെ ആ പേര് വിളിപ്പിച്ച് റാഹത്താക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ ഷാഫി മദ്ഹബിൻ്റെ അനുയായികളാണ്. ഷാഫി മദ്ഹബിൽ പേരിടൽ ഹക്കായത് ഉപ്പയാണ് പേരിടേണ്ടത്. ഇത് വായ്ത്താട്ടിയായിട്ട് നിൽക്കുന്ന താത്താട് പറയുക നിങ്ങളൊരു പേരും കിട്ടോ, അവർക്ക് വായി തോന്നുന്നൊരു പേര് വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും അവരങ്ങ് പോയിട്ടുണ്ട്. അവരെല്ലാം ഏൽപ്പിക്കേണ്ടത്, നമ്മളാണ് ചെയ്യേണ്ടത്. കുട്ടിയുടെ പിതാവാണ് ശ്രദ്ധിക്കേണ്ടത്. പേരിടൽ ഹക്കായത് നിനക്കാൻ നീയാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. നീ ആലിമീങ്ങളോട്, ദീനിൻ്റെ അഹ്ലുകാരോട് നീ ബന്ധപ്പെടിൻ, നീ ചോദിക്കൻ. ചില ആളുകളെ കൊണ്ട് 50 പേരും എഴുതിയിട്ട് ഉസ്താദിൻ്റെ അടുക്കൽ കൊണ്ട് കൊടുക്കും. ഉസ്താദ് മന്നഹൽ നോക്കിയിരിക്കലാണ്, രാവിലെ മുതൽ ഡിക്ഷണറി നോക്കിയിരുന്നോണം, അർത്ഥം തിരഞ്ഞുപിടിക്കുക. അങ്ങനെയുണ്ട് ചില ആളുകൾ. നമുക്കിഷ്ടപ്പെട്ട ഒരു 5 പേര് സെലക്ട് ചെയ്തിട്ട് അത് ചോദിക്കുകയാണെങ്കിലും ഓക്കെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഹമ്മദ് എന്നുള്ള പേര് മക്കൾക്ക് വെക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മാലിക്കി മദ്ഹബിന്റെ ഇമാമല്ലയോ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദ് ഇല്ലാ റുസിഖൂ റിസ്ഖ ഖൈർ. മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ എല്ലാ ദിവസവും സുഭിക്ഷമായി ഭക്ഷണം ഉണ്ടാകുമേ, ഒരൊറ്റ ദിവസം പോലും പട്ടിണി ഉണ്ടാവുകയില്ല എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദിൻ ഇല്ലാ റുസിഖൂ റിസ്ഖ ഖൈർ. ഇല്ലാ റുസിഖൂ, എല്ലാവർക്കും കിട്ടും. വീട്ടിലുള്ള എല്ലാവർക്കും ഫുഡ്, ആർക്കും ദാരിദ്ര്യം ഉണ്ടാവൂല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു കുട്ടിക്കെങ്കിലും എന്ത് ചെയ്യണം? മുഹമ്മദ് എന്നുള്ള പേരിടണം. ഇനി അതായിട്ട് അത് മാത്രം ഇടുന്നതിൻ്റെ ശ്രേഷ്ഠതയാണിത്. സാധേ അങ്ങനെയൊക്കെ ഇട്ടാൽ തീവ്രവാദിയായിട്ട് പോവും, ഭീകരവാദിയായിട്ടും സമൂഹം പറയും. ചിലപ്പോൾ എയർപോർട്ടിൽ എമിഗ്രേഷൻ ഓഫീസർ പിടിച്ചു നിർത്തി കുറേ ഡ്രസ്സൊക്കെ അഴിച്ചിപ്പിച്ചിട്ട് വല്ലാതെ ചെക്ക് ചെയ്യും. മുമ്പൊരു നടനെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അറിയപ്പെട്ട ഒരു നടൻ്റെ പേര് മുഹമ്മദ് കുട്ടിയാണ്, അസിൽ പേരതാണ്. അല്ല, അമേരിക്കൻ എയർപോർട്ടിൽ തടഞ്ഞു വെച്ച് എമിഗ്രേഷൻ ഓഫീസർ അങ്ങനെ ചെയ്തത് മുമ്പ് പത്രവാർത്തയായിരുന്നു, വലിയ ന്യൂസായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. മുഹമ്മദ് കുട്ടി എന്ന പേരിലാണ് എന്നെ അങ്ങനെ കുടുങ്ങിപ്പോയത് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. മറ്റൊന്നുകൊണ്ടല്ല, സംഭവം തന്നെയാണ്. ആ പേരുകൊണ്ട് തന്നെയാണ്. തീവ്രവാദിയാണോ ഭീകരവാദിയാണോ എന്നുള്ളൊരു സെർച്ചിങ്. നമ്മളതൊന്നും കേട്ട് പേടിക്കണ്ട. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അള്ളാഹുവിനെ പേടിച്ചവൻ ലോകത്തുള്ള സർവരും അവനെ പേടിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ പടച്ചവനെ പേടിച്ചാൽ മതി. പടച്ചവനെ പേടിക്കണം. ഞാൻ അള്ളാഹെ പേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ നിസ്കാരമില്ല, മാറിക്കിടന്ന് ഉറക്കമാണ് പോയി. നമസ്കാരവും കൃത്യമായി ഇബാദത്തും തഖ്വയുമുണ്ടോ, വിശുദ്ധമായ ഖുർആൻ ഓതലുണ്ടോ, അള്ളാഹുവിനെ പേടിക്കുന്നുണ്ടോ? ഖാഫഹു കുല്ലു ഷൈ, ലോകത്തുള്ള സർവ്വ വസ്തുവും അവനെ പേടിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നീ പേടിക്കണ്ട. മുഹമ്മദ് എന്നുള്ള പേര് നിസ്സാര പേരല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ കാന യൗമുൽ ഖിയാമ നാദാ മുനാദിൻ ഫിസ്സമാ. ലോകാവസാനം സംഭവിച്ച് അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുമ്പോ, മഹ്ശറയിലേക്ക് ചെല്ലുമ്പോ അള്ളാഹു ഇതാ മലക്കുകൾ മുഖേന വിളിക്കുകയാണ്, അലാ അറിയണേ, ശ്രദ്ധിക്കണേ, ലിയഖും ഇസ്മു മുഹമ്മദ്, മുഹമ്മദ് എന്നുള്ള
എന്നുള്ള പേരുള്ളവർ ഒന്ന് എഴുന്നേൽക്കണേ. ജനങ്ങൾ എഴുന്നേൽക്കുകയാണ്. കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ എഴുന്നേൽക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന പറയുകയാ, ഫല്ലദുഖൂലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കണേ. മുഹമ്മദ് എന്നുള്ള പേരുള്ളവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിന്റെ മഹത്വം പ്രതീക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് വെച്ചുകൊണ്ട് പേരിട്ടവരെ സ്വർഗ്ഗത്തിലേക്ക് കടക്കണേ. സ്വർഗ്ഗത്തിൽ കടത്തും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പേരിന്റെ മഹത്വം, പേരിടുമ്പോൾ അതനുസരിച്ച് ജീവിതം വരും. അല്ലാതെ പേരിട്ടിട്ട് ആള് മണിച്ചമാട്ടം അടിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. പേരിടുമ്പോൾ അതിനനുസരിച്ച് തക്കവ വരും. അങ്ങനെയാണ്. പേരിടുമ്പോൾ നമസ്കരിക്കും, നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്യും, ദീനുമായി ബന്ധപ്പെടും. അങ്ങനെ അള്ളാഹുവിനെ തർത്തീബ് ചെയ്യും. അങ്ങനെയാണ് ആ പേരിൻ്റെ വലിപ്പമാണതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പേരിലാണ് സർവ്വതും ഇരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വരുകയാണ്. നബി തങ്ങളെ ചോദിച്ചു, മസ്മുക, പേരെന്താണ്? അദ്ദേഹം പറയുകയാണ്, ഇസ്മി ഹസനുൻ യാ റസൂലല്ലാഹ്, എന്റെ പേര് ഹസിൻ എന്നാണ്. ദുഃഖമെന്നാണ്. മലയാളത്തിൽ അതിന്റെ അർത്ഥം എന്താ? ഹസിൻ, ദുഃഖം. ഹസീൻ, ദുഃഖിതൻ എന്നാണ് അതിന്റെ അർത്ഥം. അടച്ചവനെ, നബി തങ്ങൾ പറഞ്ഞ ആ പേരങ്ങ് മാറ്റിക്കോ. അന്ത സഹിലുൻ, നിന്റെ പേര് സഹിൽ എന്നാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. സഹിൽ എന്ന് പറഞ്ഞാൽ എളുപ്പം ചെയ്യുന്നവൻ. നബി തങ്ങൾ പേര് തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പേര് വേണ്ട, എനിക്കിത് വേണ്ട. വാപ്പ വെച്ച പേരാണ്, ഞാനത് മാറ്റൂല. വാപ്പാട് വല്ലാത്ത പിരിശം, വല്ലാത്ത ഇഷ്ടം. അതുകൊണ്ട് റസൂലുള്ള കൊടുത്ത പേര് അദ്ദേഹം സ്വീകരിച്ചില്ല. ഏത് പേര് മതി? ഹസിൻ എന്ന പേര് മതി. ദുഃഖം എന്നുള്ള പേര് തന്നെ ഞാൻ കൊണ്ട് നടന്നോളാം. ആയിക്കോട്ടെ. പിന്നെ നബിയൊന്നും പറഞ്ഞൊന്നുമില്ല. കാരണം വലിയ സബുൽ മുബിക്കാത്തൊന്നും അല്ലല്ലോ, വൻപാപമൊന്നും അല്ല. പേര് മാറ്റിയില്ലെങ്കിലും ആയിക്കോട്ടെ, യാ അല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം മൂളുകയാണ്. നബി തങ്ങൾക്ക് അനിഷ്ടമുണ്ട്. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എൻ്റെ വാപ്പമാരിൽപ്പെട്ട വ്യക്തിയാണ് ഹസൻ എന്ന വ്യക്തി. അദ്ദേഹം പേര് മാറ്റാത്തത് കൊണ്ട് ഫമാ സാലത്ത് ഫീനാ ഹുസ്ൻ, ഞങ്ങളുടെ ജീവിത കാലഘട്ടം മുഴുവനും ദുഃഖമാണ്. വാപ്പയുടെ പേര് മാറ്റാത്തത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പോലും ദുഃഖമാണ്. പണമില്ലാത്തത് കൊണ്ടല്ല, പവറില്ലാത്തത് കൊണ്ടല്ല. ഞങ്ങളെപ്പോലെ പണമോ പവറോ ഉള്ളവർ അന്ന് ജീവിച്ചിരുന്നില്ല. പക്ഷെ എന്തെന്നറിയില്ല, മനസ്സിലെപ്പോഴും ദുഃഖമാണ്. അല്ലാഹുവിന്റെ റസൂല് പേര് മാറ്റടാ, നിനക്കിതാ സഹലി എന്ന പേര് നൽകുന്നു എന്ന് വാപ്പയോട് പറഞ്ഞിട്ട് വാപ്പ ആ പേര് സ്വീകരിക്കാതെ ഹസിൻ എന്ന പേര് ചേർത്ത് വെച്ചപ്പോ ഞങ്ങളുടെ ജീവിതം മുഴുവനും ദുഃഖമാണ്. ആ വാപ്പയുടെ ജീവിതത്തിൽ മാത്രമല്ല, ശേഷമുള്ള മക്കളുടെ തലമുറയിൽ പോലും അത് പ്രതിഫലിച്ചിരുന്നു എന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. പേരിൽ അന്തിരിക്കുന്ന മുസ്ലിയാരെ എന്ന് ചോദിക്കുന്നവരെ, പേരിലാണ് സർവ്വതും ഇരിക്കുന്നത് എന്നാണ് മറുപടി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ വഇന്ന ഹബ്ബൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നാമങ്ങളാണ് അബ്ദുള്ള എന്ന പേരും അബ്ദുറഹ്മാൻ എന്ന പേരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പേരാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അബ്ദുള്ള, അബ്ദുറഹ്മാൻ നല്ല പേരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ പേരുള്ളവരുണ്ടോ ഈ സദസ്സിൽ? അൽഹംദുലില്ലാ. ഒന്ന്. വേറെ എല്ലാവരുണ്ടോ? രണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. കുറഞ്ഞു വരികയാണ് എന്നതിൻ്റെ അർത്ഥം, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ബാക്കിയുള്ള പേരൊക്കെ മോശമാണ്. ഉസ്താദ് പറഞ്ഞു അബ്ദുള്ള, അബ്ദുറഹ്മാൻ, മുഹമ്മദ്, ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയല്ല.
ഇസ്ലാമികമാകുന്ന പേര്, ദീനിയായ പേര്, നമ്മളതിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും പേരിൻ്റെ അർത്ഥം അറിഞ്ഞില്ല. നമ്മൾ ആലിമീങ്ങളോട് ഉസ്താദന്മാരോട് ചോദിച്ചു മുശാവറ ചെയ്യണം. മാതാപിതാക്കളുടെ കടമയാണത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മക്കളോടുള്ള കടമയിൽപ്പെട്ടതാണ് അവരുടെ പേര് നന്നാക്കണേ, പേര് നന്നാക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് എത്തുമ്പോ നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കപ്പെടുക നിങ്ങളുടെ പേരും നിങ്ങളുടെ ഉപ്പയുടെ പേരും ചേർത്തിട്ടാണ്. ഇദാ കാന യൗമുൽ ഖിയാമ, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് ചെല്ലുമ്പോ ഇന്നക്കും സതുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇക്കും വബിഅസ്മാഇ ആബായിക്കും. നാളെ നിങ്ങൾ വിളിക്കപ്പെടുന്നത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഉപ്പയുടെ പേരും ചേർത്തിട്ടുകൊണ്ടാണ്. ഫഹസിനു അസ്മാഅക്കും, നിങ്ങളുടെ പേരൊന്ന് നന്നാക്കണേ. ഹബീബുനാ റസൂലുള്ളാഹി, അത് തന്നെയാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത്. പൊന്നുമോനെ, വാപ്പയുടെ കടമ അറിയുമോ? രണ്ടാമത്തത് വഅയ്യുഹസിന ഇസ്മഹു, കുട്ടിയുടെ പേര് നന്നാക്കലാണ്, നന്നാക്കലാണ്. നല്ല പേരിട്ട് കൊടുക്കണം. കുട്ടി ജനിച്ച് 7ന്റെ അന്നാണ് പേരിടൽ കർമ്മം നടത്തേണ്ടത്. അതിന് ശേഷമാണ് കുട്ടിയുടെ പേരിൽ നടത്തുന്ന അഖീഖയുടെ അറവ് നടത്തേണ്ടത്. അതിന് ശേഷമാണ് കുട്ടിയുടെ തലമുടി മുണ്ടനം ചെയ്യേണ്ടത്, തലമുടി കളയേണ്ടത്. ആ മുടി തൂക്കി സ്വർണം തൂക്കുന്ന ത്രാസുണ്ടാവും. എന്താ അത് പറയുന്നത്? മറ്റേ ത്രാസാണെങ്കിൽ 10 പൂളക്കിഴങ്ങ് വെച്ചാൽ ശരിയാവൂല, അത് സൈസായിട്ടായിരിക്കും. അങ്ങനെ എങ്ങനെ കയറി ഇറങ്ങി നിൽക്കും. പൂളക്കിഴങ്ങ് മനസ്സിലല്ലേ? എന്തായാലും ഇവിടെ പറയാം, കപ്പയോ പൂളക്കിഴങ്ങ്. കാരണം മറ്റേ ത്രാസ് ഒരു റാഹത്തുണ്ടാവില്ല, ഏറ്റക്കുറച്ചിലുണ്ടാവും. അതിനെന്താണ് കുട്ടിയുടെ തലമുടി മുണ്ടനം ചെയ്യുന്ന പറഞ്ഞാൽ 7 ദിവസമായിട്ടുള്ളൂ. തലമുടി വളരെ ചെറിയ തൂക്കം ഉണ്ടാവുള്ളൂ, ഗ്രാമാണ്. അപ്പോൾ അത് തൂക്കണമെങ്കിൽ ആ സ്വർണം തൂക്കുന്ന നല്ല മെഷീനുണ്ട്, അതിൻ്റെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. 2 ഗ്രാമോ 3 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. അതിന് സ്വർണ്ണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ഹദിയ ചെയ്യണം. അങ്ങനെയൊക്കെ ചില പരിപാടികളുണ്ട്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കും. എവിടെയെങ്കിലും അക്കീക്കറുത്തതിൻ്റെ ഇറച്ചി കിട്ടിയില്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ല എന്ന് പറയും. അത് പറയാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കും. കൊടുക്കലില്ല. അല്ലാത്ത അത് കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടി വാ തുറക്കും. ഇല്ല, അത് കഥവാ കിട്ടിയ റാഹത്തായിട്ട് അത് കഴിക്കാൻ വേണ്ടി വായൊന്ന് തുറക്കും. ഇത് ചെയ്യൽ വളരെ കുറവാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും അല്ല, ചില ആളുകൾ ആ വിഷയത്തിൽ തീരെ അശ്രദ്ധ പതിപ്പിക്കുന്നവരുണ്ട്. ഒക്കെ ശ്രദ്ധിക്കണം. കുട്ടികൾ സാലിഹീങ്ങളാകേണ്ട അവരോടുള്ള ചില കടമകളാണ്, അവരോടുള്ള ചില കർത്തവ്യങ്ങളാണ്. പൈസ ഉള്ളപ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. പൈസ ഉണ്ടാവുമല്ലോ, അത് എന്തിനാ വെറുതെ പിടിച്ചു വെക്കുന്ന? അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നില്ല. 7ന്റെ അന്നാണ് ഇത് നടത്തേണ്ടത്. അപ്പോൾ 7ന്റെ അന്നാണ് കുട്ടിക്ക് പേരിടേണ്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മകന് മുഹമ്മദ് എന്ന പേര് ഞാൻ നാമകരണം ചെയ്തിരിക്കുന്നു, പേര് വച്ചിരിക്കുന്നു. മുഹമ്മദേ 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 കഴിഞ്ഞു, പേരുവിളി വെക്കൽ കഴിഞ്ഞു, പേരിടൽ ക്രമം നടന്നു. അതിനുശേഷം അഖീഖയുടെ അറിവ് നടത്തുക. എൻ്റെ മകൻ്റെ മുഹമ്മദ്, മുഹമ്മദ് ആ പേരിട്ടതെങ്കിൽ കേട്ടാ, എൻ്റെ മകൻ്റെ മുഹമ്മദിൻ്റെ സുന്നത്തായ അഖീഖ ഞാൻ കരുതുന്നു എന്ന് അറിവിന് മുമ്പായിട്ട് ഉപ്പ തന്നെ അറക്കുന്നതിന് മുമ്പ് നിയ്യത്ത് വെക്കുക. ഇനി ഉപ്പ അല്ല അറക്കുന്ന വേറെ ആളാണെങ്കിൽ അയാളെ വക്കാലത്ത് ഏൽപ്പിക്കുക. അതൊക്കെ ആ സമയമാകുമ്പോൾ ഒന്നുകൂടി നമ്മുടെ മഹലിലെ ഉസ്താദുമാരുടെ കാതിലൂടെ ചോദിച്ചു ഒന്നുകൂടി വിശദമാക്കി തരും. ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അഖീഖയുടെ അറിവ് നടത്തുക. അഖീഖയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ്? ഉദ്ഹിയ്യത്തിൻ്റെ മൃഗത്തിൻ്റെ അതേ നിബന്ധന അഖീഖയുടെ മൃഗത്തിനും വേണം. 2 വയസ്സ് എത്തിച്ചിരിക്കണം നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ആട്. അത് വെച്ച് നോക്കുമ്പോൾ ആൺകുട്ടിയാണ് ജനിച്ചത് എങ്കിൽ 2 ആട് അറുത്തു കൊടുക്കൽ സുന്നത്തുണ്ട് ഷാഫി മദ്ഹബിൽ. പെൺകുട്ടിയാണ് ജനിച്ചത് എങ്കിൽ 1 ആട് അറുത്തു കൊടുക്കൽ സുന്നത്ത്. ജനിച്ചത് ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്. ഇനി അതല്ല 1 ആടെ അറക്കാനുള്ള പടച്ചവനെ അതിനുള്ള കാശമുള്ള മുസ്ലിയാരെ എങ്കിൽ ആ പുണ്യം കിട്ടും. അത് അറുത്തോളിൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. വയസ്സ് 2 എത്തിച്ചിരിക്കണം. നമ്മുടെ നാട്ടിൻപുറത്ത് ആടായതുകൊണ്ട്, കോലാടായതുകൊണ്ട് 2 വയസ്സ് എത്തിച്ചിരിക്കണം. അത് തന്നെ പോത്തിൻ്റെ ഉള്ളത്, മൂരിക്കൊക്കെ ഉള്ളത് അത് തന്നെ 2 വയസ്സ് എത്തിച്ചിരിക്കണം. ചില ആളുകളുണ്ട്, നല്ല ഇളത്ത പോത്താണ് ഉസ്താദെ, ഇളത്ത മൂരി നല്ല സാധനമാണ്, അതുകൊണ്ട് 1 വയസ്സുള്ളതിനെ അറുത്തത്. എന്നാ ഇറച്ചി കിട്ടും, വേറൊന്നും കിട്ടൂല. നിബന്ധന വേണ്ടേ? ഒന്നുമില്ലാതെ നിസ്കരിച്ച പോലെ ഉണ്ടാവും. ഒരാൾ തറാവി മുഴുവൻ നിസ്കരിച്ച് 20 റക്കാത്ത് റാഹത്തായിട്ട് ടാറ്റ അടിച്ച് പോവാണ്. ആചാര്യ ഒന്നും ഉണ്ടായിരുന്നു? ഇല്ല, ഒന്നും എടുത്തില്ല. പൈപ്പ് വെള്ളം ഇല്ലായിരുന്നു, അതുകൊണ്ട് തൈമം ചെയ്ത ഇല്ല, ഒന്നും ചെയ്തില്ല, റാഹത്ത്.
എന്നാൽ പിന്നെ ആചാര്യ പോയി തലകുത്തി മറിഞ്ഞതിൻ്റെ കൂലി കിട്ടി വയ്ക്കോ, നിസ്കരിച്ചതിൻ്റെ ഇല്ല. നിബന്ധന വെക്കണ്ടേ? ഇത് ഞാൻ പറയാൻ കാരണം എന്താ, മിക്ക ആളുകളും ഉദ്ഹിയ്യത്തിറക്കുന്നത് മിക്ക സഹോദരങ്ങളും ശ്രദ്ധിക്കുന്നില്ല ഈ വിഷയത്തിൽ. 2 വയസ്സ് എത്തിക്കാത്തതിനെ പിടിച്ചങ്ങ് ഇറക്കുക. എന്നിട്ട് നല്ല മൂപ്പത്താത്ത ചെറിയ ഇളത്ത പോത്തായിരുന്നു, നല്ല വരട്ടി വെക്കുക റാഹത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറുത്ത് കഴിക്കുക. ശ്രദ്ധിച്ചോണം, വയസ്സൊക്കണം. അതെങ്ങനെ അറിയോ ഉസ്താദേന്ന്? അത് അതിൻ്റെ അഹ്ലുകാരോട് ചോദിക്കണം. കച്ചവടക്കാരപ്പോൾ കളവ് പറഞ്ഞെങ്കിലും അതിൻ്റെ ശിക്ഷ അവന് അതെന്തായാലും കച്ചവടക്കാർ ശ്രദ്ധിച്ച അത് അങ്ങനത്തെ ഉടായ്പുണ്ട്. ശരിക്കും നോക്കും മുസ്ലിയാരെ 3 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളോട് പറയുക, എന്താ നമ്മൾ മടിയിലിട്ട് വളർത്തിയതിന്. ശരിക്കും നോക്കും മുസ്ലിയാരെ, കള്ളം പറഞ്ഞിട്ട് കച്ചവടം നടത്തുന്ന കച്ചവടക്കാരുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചോ, വലിയ ശിക്ഷ നിങ്ങൾക്ക്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, വൈലുൽ ലിത്താജിരി ബിലാ വല്ലാഹ് വലാ വല്ലാഹ് വവൈലുൽ ലിസ്സാനിഇ മിൻ ഗദിൻ വബഅദ ഗദിൻ സദഖ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, കച്ചവടക്കാർക്ക് നാശമാണ്, നാശമാ ബിലാ വല്ലാഹ് വലാ വല്ലാഹ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇത് ക്വാളിറ്റി ഉള്ളതാണ്, ഇത് യഥാർത്ഥമായ വയസ്സെത്തിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരാ, ആ വയസ്സെത്തിക്കാത്തതും ക്വാളിറ്റി ഇല്ലാത്തതുമായ സാധനമാണോ നീ കച്ചവടം ചെയ്തത്, നിനക്ക് നാശമാണ്, നാശമാണ്. ഒറിജിനൽ പോത്താണ് കേട്ടോ, ഒറിജിനൽ ബീഫാണ്. മൂരിയുടെ ഇറച്ചിയാണ് വിൽക്കുന്നത്, പോത്തിൻ്റെ തല കൊണ്ട് വെച്ചിട്ടുണ്ടാവും കച്ചവടക്കാർ. ശ്രദ്ധിച്ചോ, നാശമാണ്, നാശമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ആദ്യം പെരുന്നാളിന് അറുത്ത് ഒരു പോത്തിന്, എന്നിട്ട് അതിൻ്റെ തല ഇങ്ങനെ വാതിക്ക് വെച്ചിരിക്കും, സൂപ്പർ പോത്ത് റാഹ. എന്നിട്ട് പിന്നെ കൊടുക്കുന്നതൊക്കെ കാളയാണ്, മൂരി റാഹത്ത് അറുത്തറുത്ത് കൊടുക്കുക, വില മറ്റേതിൻ്റെ വില എടുക്കും റാഹത്ത്. കച്ചവടക്കാരുണ്ട് ഉടായ്പ പരിപാടി, ശ്രദ്ധിച്ചോ. ഈ ഉടായ്പായിട്ട് നീ അങ്ങോട്ട് തന്നാൽ നിനക്ക് നാശം, അള്ളാഹു ആക്കട്ടെ. ദുനിയാവി 50 രൂപ നിനക്ക് കിട്ടും 1 കിലോ പുറത്ത്, അങ്ങോട്ട് ചെല്ലുമ്പോൾ നിന്റെ നെഞ്ചത്ത് താളം അടിക്കും മലക്കുകൾ, അള്ളാഹു ആക്കട്ടെ. ശ്രദ്ധിച്ചോ, നിസ്സാര കാര്യമല്ല. അള്ളാഹെ തന്നെയാണ് സത്യം. വയസ്സെത്തിച്ചത് റാഹത്തെ 2 വയസ്സെത്തിച്ച കൊണ്ടേക്ക് ഒളുഹിയത്തറത്തു അക്കിക്കറത്തു എന്ന് പറയുന്നവരെ കറക്റ്റല്ല എങ്കിൽ വല്ലാഹി നാളെ കുടുങ്ങും നിങ്ങൾ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ, ആവശ്യമില്ലാത്ത പറയുന്നത് എന്തിനാ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അത് അവർക്കുള്ള ഹദീസാണ്, അവർ ശ്രദ്ധിച്ചോട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ വിഷയം ശ്രദ്ധിക്കണം. എന്നിട്ട് 2 വയസ്സത്തെ കൊണ്ട് നടക്കുക. ഇതൊക്കെ തർത്തീബുണ്ട് കേട്ടോ. ചില ആളുകൾ ഈ വിഷയത്തിൽ മശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. അക്കീക്കയുടെ ഉരുവിൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്നു, അതേ സമയത്ത് തന്നെ കുട്ടിയുടെ തലയിലും കത്തിവെച്ചിട്ട് എൻ്റെ പരിപാടി റാത്തീബോ ഇതാ പരിപാടി. അങ്ങനത്തെ ചില പരിപാടികളുണ്ട്, അതൊക്കെ തെറ്റാണ്. അതിനെ ഞാൻ പറഞ്ഞത് തർത്തീബ്. ആദ്യം കുട്ടിക്ക് പേരിടുക, രണ്ടാമത് അക്കീക്കയുടെ അറവ്, അതിന് ശേഷം കുട്ടിയുടെ തലമുടി കളയുക, ആ തലമുടി തൂക്കം നോക്കിയിട്ട് സ്വർണ്ണമോ വെള്ളിയോ ഹദിയോ കൊടുക്കുക. കഴിഞ്ഞോ പരിപാടി. 7 നടത്താൻ പറ്റിയില്ലല്ലോ ഉസ്താദെ, 7ൻ്റെ ഗുണിതങ്ങളിലായിട്ട് പിന്നെ 14, 21 അങ്ങനെ 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 പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ഉലമാക്കൾ പഠിപ്പിക്കല്ലേ. ഇനി അതല്ല, നിനക്ക് അപ്പോഴൊന്നും നടത്താൻ പറ്റിയില്ല, നിൻ്റെ നടത്തിയിട്ടുണ്ടോ എന്ന് നിനക്ക് അറിയത്തുമില്ല, ആപ്പായും ഉമ്മയൊക്കെ അവർക്കൊന്നും ഓർമ്മ തന്നെയില്ല ഇങ്ങനെ എങ്കിൽ നീ അടുത്ത കൊല്ലം ഉലഹിയത്തിറക്കുന്ന സമയത്ത് ഒരു പോത്തിനെ വാങ്ങിച്ച് 2 വയസ്സുള്ള പോത്തിനെ ഇറക്കുന്ന സമയത്ത് 1 ഷെയർ ഉലഹിയത്തിന് കരുതി, 1 ഷെയർ നിനക്ക് അക്കീക്കയുടെയും കരുതാം, നിൻ്റെത് കരുതാം, നിൻ്റെ മക്കളുടെയും കരുതാം. ഷെയർ അനുസരിച്ച് 5 മക്കൾ നിനക്കുണ്ട് എങ്കിൽ ആ 5 മക്കളുടെ അക്കീക്കയും കരുതി, നിൻ്റെ അക്കീക്കയും കരുതി 6 ആയി, നിൻ്റെ ഉലഹിയത്തും കരുതി 7 ഷെയർ പൂർത്തിയായി, 1 പോത്തുമേൽ റാഹത്ത്. ഇതൊക്കെ കഴിയില്ലേ? മസല ഉലമാക്കൾ ഇതെല്ലാം പഠിപ്പിച്ച് എല്ലാ സൗകര്യവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഉലഹിയത്തുമായി അക്കീക്കയുമായി രണ്ടും പറ്റും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുട്ടിയോട് 3-മതായി പറയുകയാണ്, വഅയ്യുഅല്ലിമുഹുൽ കിതാബ്, ഖുർആൻ മക്കളെ പഠിപ്പിക്കലാണ്, പഠിപ്പിക്കലാണ്. 3-മത്തെ കടമ മോനെ, 3-മത്തെ കടമ മോനെ. മാതാപിതാക്കളുടെ മേലുള്ള കടമയാണ്, 3-മത്തെ കടമയാണ്. മക്കൾക്ക് നിർബന്ധമായ ഖുർആൻ പഠിപ്പിക്കണേ, ഖുർആൻ പഠിപ്പിക്കണേ. ഈ 3 കടമകൾ കേട്ട് കഴിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് കുട്ടി പറയുകയാണ്, ഇന്ന അബീ
ഹാദാ യഅ്ഖുനി. അല്ലയോ അമീറുൽ മുഅ്മിനീനെ, എന്റെ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. വാപ്പയെ ഞാനാണ് ബുദ്ധിമുട്ടിച്ചത് എന്നല്ലേ പരാതിപ്പെട്ടിട്ടുള്ളത്. പക്ഷെ പരാതി ഞാനാണ് പറയുന്നത്. യഥാർത്ഥ പരാതിക്കാരൻ ഞാനാണ്. ഇന്ന അബീ മസ്തൻജബ ഉമ്മീ, എന്റെ വാപ്പ എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തിട്ടില്ല. ഇസ്തറാഹ ബി 400 ദറാഹിമ, 400 ദിർഹമിന്, 400 സ്വർണ്ണ നാണയത്തിന് കമ്പോളത്തിലെ അടിമച്ചന്തയിലെ കച്ചവടക്കാരിയായിരുന്ന കച്ചവടച്ചരക്കായിരുന്ന ഉമ്മയെ വിലക്ക് വാങ്ങിയതാണ് വാപ്പ. എന്റെ ഉമ്മ സാലിഹത്തല്ല, എന്റെ ഉമ്മ സാലിഹത്തല്ല. സാലിഹത്തല്ലാത്ത പെണ്ണിലൂടെ ഈ ലോകത്തേക്ക് കടന്നു വന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ വാപ്പ എന്നോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല ഹബീബേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, അല്ലയോ ഖലീഫയായവരെ, വാപ്പ എന്നോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല. കുട്ടി വീണ്ടും പറയുകയാണ്, വമാ ഹസ്സന ഇസ്മി, എന്റെ പേര് വാപ്പ നന്നാക്കിയിട്ടില്ല. സമ്മാനി ജഅല, വാപ്പ എനിക്ക് പേര് വെച്ചിട്ടുള്ളത് ജഅല എന്നാണ്. കരിവണ്ട് എന്നർത്ഥം വരുന്ന പേരാണ്. ജഅല എന്നാണ് വാപ്പ പേര് വെച്ചത്. എന്താ ജഅല എന്ന് പറഞ്ഞ അർത്ഥം? കരിവണ്ട്. അല്ലാതെ പേരല്ലേ? കരിവണ്ട് മോനെ ഇവിടെ വാടാ കഞ്ഞി കുടിക്ക് എന്നതിൻ്റെ അർത്ഥം. കരിവണ്ട് ജഅല കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ വാപ്പ എനിക്ക് വെച്ച പേര് എങ്ങനെയാണ്? മോശമായ പേരാണ്. വാപ്പ പേര് വെക്കുന്ന വിഷയത്തിൽ എന്നോട് നീതി പുലർത്തിയിട്ടില്ല, കടമ പൂർത്തീകരിച്ചിട്ടില്ല. ഇതുപോലെ നാളെ നമ്മുടെ മക്കളും പോയി പറയും. നഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് വീണ്ടും പറയുകയാണ്, വമാ അല്ലമനി ശൈആ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരായത്ത് പോലും എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഒരൊറ്റ ആയത്ത് പോലും എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. നഊദു ബില്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് കുട്ടി 3 കാര്യങ്ങൾ പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയുടെ പിതാവിന്റെ നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തോട് പറയുകയാണ്, ഇന്നക ഖുൽത അന്ന ഇബ്നക ഖദ് യഅഖുഖ്, നീ എന്നോട് പറഞ്ഞത് നിന്റെ മകൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ്. പക്ഷേ വഖദ് അഖഖതഹു ഖബല ദാലിക, അതിനേക്കാൾ മുമ്പ് നീയാണ് അവനെ ബുദ്ധിമുട്ടിച്ചത്, നീയാണ് അവനെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മാറി നിൽക്കടാ. ദേഷ്യപ്പെടുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട്, ഉമ്മമാരോട്, കുമ്പത്തുള്ള പ്രിയപ്പെട്ടതാകുന്ന രക്ഷിതാക്കളോട് ഉറപ്പെടുത്തുകയാ, നമ്മുടെ മക്കളും നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തിയിട്ട് നമുക്കെതിരായി പറയുമോ? മക്കള് വിശുദ്ധമായ ഖുർആൻ ഓതുന്നുണ്ടോ? മക്കള് വീട്ടിൽ വന്നുകൊണ്ട് യാസീൻ ഓതുന്നുണ്ടോ? സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നവരുണ്ടോ? പരിശുദ്ധമായ ഖുർആനിൻ്റെതാകുന്ന സൂറത്തുൽ മുൽക്ക്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുന്ന സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന മക്കളുണ്ടോ? സ്കൂളിൽ അവധി കിട്ടുന്ന സമയമല്ലയോ? വേനലവധി സമയമല്ലയോ? വിശുദ്ധമായ ഖുർആൻ ഖത്മ തീർക്കുന്ന മക്കളുണ്ടോ? അതല്ല സുബഹിയും ളുഹറും അസ്റും മഗ്രിബുമെല്ലാം ഖലാക്കി വെറുതെ കടന്നുറങ്ങുന്ന മക്കളാണോ? മൊബൈൽ ഫോണിന്റെ ലോകത്തേക്ക് തിരിയുന്ന മക്കളാണോ? ഇന്റർനെറ്റിന്റെ ലോകത്തേക്ക് തിരിയുന്ന മക്കളാണോ? ഫേസ്ബുക്കും വാട്സാപ്പുമായി സമയങ്ങളെ കൊല്ലുന്ന മക്കളാണോ? നേരം വെളുത്തുന്ന പോലെ നെറ്റ് ഓൺ ചെയ്തുകൊണ്ട് ടിക്ടോക്ക് എന്ന ആപ്പിലൂടെ മോശപ്പെട്ടതാകുന്ന കോമഡികൾ ചെയ്തുകൊണ്ട് സമയങ്ങളെ കൊന്നു തെല്ലുന്ന മക്കളാണോ? നാളെ ആഖിറത്തിലേക്ക് നമ്മുടെ മക്കൾ ഉപകരിക്കണ്ടേ? നാളെ നീ ഖബറിൽ കിടക്കുന്ന സമയത്ത് അസ്സലാമു അലൈക്കും യാ ബി, അസ്സലാമു അലൈക യാ ഉമ്മി, വാപ്പാ ഉമ്മ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഹദിയ ചെയ്യുന്ന സാലിഹീങ്ങളാകുന്ന മക്കൾ വേണ്ടേ? വിശുദ്ധമായ ഖുർആൻ വീട്ടിൽ ഓതുന്ന മക്കൾ വേണ്ടേ? ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സഹാബ. വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം അത് യാസീന. അല്ലാഹുവിന്റെ റസൂൽ പറയുക മാത്രമല്ല,
ആയിഷ ബീബി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത യാസീൻ സബാഹൻ വ മസാഅ. എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിന്റെ റസൂൽ യാസീൻ ഓതുമായിരുന്നു അത്രേ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് സ്നേഹത്തോടുകൂടി ചോദിക്കുകയാണ്, നമ്മുടെ മക്കള്, നമ്മളെ പാലും തേനും കൊടുത്ത് വളർത്തിയ പ്രിയപ്പെട്ട മക്കള് കുഴിമന്തി വേണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്നവർ, 65 വേണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്നവരെ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാകുന്ന രക്ഷിതാക്കളെ, മക്കൾക്ക് സമുന്നതമാകുന്ന വിദ്യാഭ്യാസം കൊടുക്കുന്ന രക്ഷിതാക്കളെ, രാവിലെ സുബഹി നമസ്കരിക്കുന്ന മക്കളാണോ? പ്രഭാത നമസ്കാരം കഴിഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ അരമണിക്കൂറെങ്കിലും ഓതുന്ന മക്കളുണ്ടോ? നമുക്ക് ഇശാ മഗ്‌രിബിനിടയിൽ ഖുർആൻ ഓതുന്ന മക്കളുണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്ന മക്കള് ഈ വേനൽ സമയത്തെങ്കിലും ഖുർആൻ എടുക്കുന്നവരുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും വലിയ അപകടമാണ്. നമുക്കിന്ന് പറ്റിയ തെറ്റെന്തെന്നറിയുമോ? ഭൗതികമാകുന്ന പരിജ്ഞാനത്തിന്റെ ഉറവിടം തേടി നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നല്ലാഹ യബ്ഗളു കുല്ല ജഅലരിൻ ജവാലിൻ സഖാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടരോട് വല്ലാത്ത ദേഷ്യമാണ്. ഒരു കൂട്ടരെ അല്ലാഹുവിനെ കണ്ടെടുത്താൽ കണ്ടൂടാ. അല്ലാഹുവിന് വലിയ ക്രോധമാണ് അവരോട്. അല്ലാഹു ദേഷ്യപ്പെട്ടവരോ സുബ്ഹാനല്ലാഹ്, അവർ ഈ ലോകത്തും പരലോകത്തും മോശമായ രീതിയിൽ അകപ്പെടൂലേ? ആരെന്നറിയുമോ? ഗുണ്ടായുസം കാണിച്ച് വൈകുന്നേര സമയങ്ങളിൽ പോസ്റ്റ് മറിച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്ന ഫേസ്ബുക്കും വാട്സാപ്പും നോക്കി റോഡിലൂടെ നടന്ന് നീങ്ങുന്ന പെണ്ണുങ്ങളെ ശൂളം വിളിച്ച് 350 ബുള്ളറ്റിന്റെ ബൂട്ട് കട്ട് ചെയ്ത് സ്കൂളിന്റെ വരാന്തയിൽ പോയിരുന്നു കൊണ്ട് സിഗരറ്റിൻ്റെതാകുന്ന കുത്തികളിലൂടെ ഊതി കാണിച്ചുകൊണ്ട് ബഫെടുത്തുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലയോ? അന്യ പെണ്ണിൻ്റെതാകുന്ന ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കണ്ട് അവളെ ഒന്ന് പ്രാപിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൽ കറങ്ങി നടക്കുന്ന സഹോദരങ്ങളില്ലയോ? നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ, നിരാലംബര കവലംബമാകാതെ പടുവൃത്തിയാകുന്നവരെ പാവപ്പെട്ട ഉമ്മ റോഡ് കുറുകെ കടക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിൽ ആ പാവപ്പെട്ട ഉമ്മയുടെ കൈക്ക് പിടിച്ച് അപ്പുറത്തെത്തിക്കാൻ പോലും മനസ്സില്ലാത്ത കാരുണ്യം മരവിച്ചു പോയ ചെറുപ്പക്കാരല്ലയോ? കൂട്ടുകാരനിതാ റെയിൽവേ ട്രാലയത്തിൽ തലവെക്കുമ്പോ മാറിയുന്നുകൊണ്ട് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് അത് ഫേസ്ബുക്കിൽ ഒരുപാട് ലൈക്ക് കിട്ടാൻ വേണ്ടി വ്യഗ്രത വെക്കുന്ന കാലഘട്ടമല്ലയോ? കൂട്ടുകാരൻ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടുമ്പോ 1 മിനിറ്റ് എന്റെ മൊബൈൽ ഒന്ന് റെഡിയാക്കട്ടെ, ഇനി ചാടിക്കൊള്ളൂ, നെറ്റ് കണക്ഷൻ കിട്ടിയെന്ന് പറയുന്ന ചെറുപ്പക്കാരല്ല യുഗമല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന് വലിയ ദേഷ്യമാണ് ഇത്തരത്തിലുള്ള ആളുകളെ. ജഅലരിൻ ജവാലിൻ സഖാബ്, ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് അക്രമത്തിൻ്റെതാകുന്ന അരാജകത്തിന്റെ റൂട്ടിലേക്ക് പോകുന്ന മുസ്ലിം സമുദായമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആലിമുൻ അനിദ്ദുനിയാ ജാഹിലുൻ അനിൽ ആഖിറ. ഭൗതിക ലോകത്തെ എന്ത് കാര്യം അവനോട് ചോദിച്ചാൽ അവൻ മുഴുവനും പറയും. കേരളത്തിൽ എത്ര മണ്ഡലങ്ങളിൽ എത്ര ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട്, എത്ര പേര് ഇലക്ഷന് വേണ്ടി മത്സരിക്കുന്നുണ്ട്, അത് ഏതൊക്കെ കക്ഷികളാണ്, അത് വലത്തിന്റെ ഇടത്ത് പേര്, ഇടത്തിന്റെ എത്ര ആളുകളാണ്, അവരുടെ പേരെന്തൊക്കെയാണ്, അവരുടെ വീട് എവിടെയാണ്, അവരുടെ ജോലി എന്തൊക്കെയാണ്, അവരുടെ അച്ഛന്റെ പേരെന്താണ്, അവരുടെ അമ്മയുടെ പേരെന്താണ്, അവരുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട്, അവർക്ക് എത്ര മക്കളുണ്ട്, അവർ മുമ്പ് ഇലക്ഷന് നിന്നിട്ടുണ്ടോ, എന്തൊക്കെ കാര്യം ചോദിച്ചാലും ഒരൊറ്റ വാക്ക് പോലും തെറ്റാതെ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങി ചായ കുടിച്ചിട്ട് കായക്കടയിൽ ഇരുന്നു കൊണ്ട് ഗീബത്തും നബീമത്തും ഫസാദും പറഞ്ഞ് ലോകത്തുള്ള ലോകരാജ്യങ്ങളെ കുറിച്ചുള്ള മുഴുവൻ ചർച്ചകളിലും പങ്കെടുക്കുന്നവനാണ്. അഥവാ ലോക കാര്യം മുഴുവനും അറിയാം, ഭൗതിക കാര്യങ്ങളെ കുറിച്ച് മുഴുവനും അവനറിയാം. എന്നാൽ അജാഹിലുൻ അനിൽ ആഖിറ, ആഖിറത്തെ പറ്റി വിവരമില്ല. ഞാൻ വെറുതെ പറയുകയല്ല. കൊമ്പത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമ്മൾ വലിയ കൊമ്പത്താണെന്ന് കരുതരുതേ. മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിക അക്ഷരങ്ങളിലെ അക്ഷരമാലകളാകുന്ന 28 അക്ഷരങ്ങളൊന്ന് കൊണ്ടുവരണേ. അലിഫ്, ബ, ത, സ, ജീം ഒന്ന് പറയാ കഴിയുമോ മുസ്ലിമേ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഇല്ല. 99% ആളുകൾക്കും ആലിമീങ്ങൾക്കല്ലാതെ, മുത്തഅല്ലിമീങ്ങൾക്കല്ലാതെ, പാവപ്പെട്ട മദ്രസ വിദ്യാർത്ഥികൾക്കല്ലാതെ 99% ആളുകൾക്കും അറബി
അക്ഷരമാല 28 അക്ഷരങ്ങൾ പോലും ചൊല്ലാൻ അറിയില്ലാത്തവരാണ്. അത്തരത്തിൽ പോലും ഇസ്ലാമിന്റെ ബാലപാഠം പോലും ഇല്ലാത്തവരാ. പക്ഷെ ആഖിറത്തെ കുറിച്ച് അറിയാത്തവരാകും നമ്മൾ. ഈ ഭൗതിക കാര്യങ്ങളെ കുറിച്ച് മുഴുവനും നമുക്ക് വിജ്ഞാനമാണ്. അത്തരത്തിലുള്ള ആളുകളോട് അല്ലാഹുവിന് വലിയ ദേഷ്യമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് കൊമ്പത്തുള്ള പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹോദരാ, പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരിമാരെ, നമുക്കൊരു നിബന്ധനയുണ്ട്, നമുക്കൊരു കടമയുണ്ട്. നമ്മുടെ മക്കള് സാലിഹീങ്ങളാകണം. എൻ്റെ മകൻ ഹാഫിളാകണം, എൻ്റെ മകൻ ആലിമാകണം. നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകൾ അവരിലൂടെ എനിക്ക് കിട്ടണം, എൻ്റെ മക്കളെ കൊണ്ട് കിട്ടണം. ഞാൻ മരിച്ച മണ്ണോട് ചേർന്നാൽ എനിക്ക് വേണ്ടി ഖുർആൻ ഖത്മ് തീർക്കണം, എനിക്ക് വേണ്ടി ഹദിയ ചെയ്യുന്ന മകനുണ്ടാകണം എന്ന് നിയ്യത്ത് വെക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണേ, മക്കൾക്ക് ദീനീ ബോധം കൊടുക്കണേ, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണേ. ഹബീബായ റസൂലുള്ളാഹി